السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله ونشهد أن سيدنا وشفيعنا ونبينا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الحمد لله الذي خلق السماوات والأرض وما بينهما في 6 أيام ثم استوى على العرش. والصلاة والسلام على من لا نبي بعده والذي ينزل عليه الفرقان العظيم لهداية الأنام من الضلال إلى الهدى وعلى آله وأصحابه الذين اتبعوه في كل وقت وحين والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. اللهم اهدنا الصراط المستقيم صراط الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين وحسن أولئك رفيقا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم وأولو الأرحام بعضهم أولى ببعض في كتاب الله. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم. മഹാനായ തങ്ങളവറുകൾ കോഴിക്കോട് കാളി ജമലുലേലി തങ്ങളവറുകൾ മജ്ലിസ് നൂറിന് നേതൃത്വം നൽകുന്നുണ്ട്. മജ്ലിസ് നൂർ എന്ന് പറഞ്ഞാൽ അസ്മാഉൽ ബദർ ചൊല്ലിയുള്ള പ്രാർത്ഥനയാണ്. റമദാനിലാണ് ബദർ ദിനമുണ്ടായത്, ബദർ യുദ്ധമുണ്ടായത്. അതിന് നേതൃത്വം നൽകിയത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ മജ്ലിസിൻ നൂറിനും ഏറെ സഹായകമാണ് നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്. നല്ല സ്വലാത്ത് ചൊല്ലണം അവസാനം വരെ. ഇത് ഒരു കഴിവ് പ്രകടിപ്പിക്കേണ്ട വേദിയല്ലേ, അല്ലെങ്കിൽ ഒരു ശൈലിയോ ഈണമോ ഒക്കെ നിങ്ങളെ കേൾപ്പിച്ച്
ഒരുപക്ഷെ നിങ്ങളുടെ കയ്യടി വാങ്ങി അല്ലെങ്കിൽ നിങ്ങളുടെ നല്ല അഭിപ്രായം കേട്ട്, അല്ലെങ്കിൽ അത്ര ഉഷാറായില്ല എന്ന് പറഞ്ഞ് മോശാഭിപ്രായം കേട്ട് അതൊന്നും രണ്ടായാലും ലക്ഷ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഇന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഇവിടെ അങ്ങനെ ഉസ്താദിനോട് ചോദിച്ചു എന്തെങ്കിലും വിഷയം പറയാനുണ്ടോ? എന്നോട് പറഞ്ഞു വിഷയമല്ല പറഞ്ഞാൽ മതി. ഞാനിങ്ങോട്ട് വരുന്നവരെ വേറെ വിഷയം പറയണമെന്നൊക്കെ ഇവിടെ വന്നപ്പോൾ എനിക്ക് തോന്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയലാവും നല്ലത് എന്ന് തോന്നുന്നു. വരുന്നവരെ വേറെ കാര്യം തീരുമാനിച്ചു. ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ തോന്നി. ചിലപ്പോൾ അള്ളാഹുവിൻ്റെ ഖളാ റബ്ബാണ് തോന്നിപ്പിക്കുന്നതാണ്. അള്ളാഹുവാണ് ഖൽബിലേക്ക്, നമ്മുടെ ഓരോ ഖൽബിലേക്കും കാര്യങ്ങൾ തോന്നിപ്പിച്ചു തരുന്നത് അള്ളാഹുവാണ്. ഇസ്തിഖാറത്തിന്റെ നിസ്കാരം നിസ്കരിച്ചിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നിങ്ങൾ ചെയ്തോളൂ, നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് പോലെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നിസ്കരിച്ചിട്ട് പിന്നെ നമ്മൾ മനസ്സിൽ തോന്നുക എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് തോന്നലാണ് എന്ന് ഉറപ്പിക്കാനുള്ളൊരു വഴി. അല്ലാതെ പിശാചിനും ചില തോന്നിപ്പിക്കൽ ഉണ്ടാകും. ഏതായാലും നല്ല ഒരു സദസ്സിൽ വെച്ചുള്ള തോന്നൽ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ ഭാര്യയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അള്ളാഹുവിനും ഏറ്റവും ഇഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ റസൂലുള്ളാഹിന്റെ ചില ഭാര്യമാർ പരാതിയുമായി വന്നപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ഒരു പരാതിയുമായി സമയമുണ്ടെങ്കിൽ ചരിത്രത്തിൽ നമ്മളത് പറയും. വന്നപ്പോഴാ പുണ്യനബി പറഞ്ഞത്, ഉമ്മു സലമ, ആയിഷയുടെ കാര്യത്തിൽ നിങ്ങൾ എന്നെ വേദനിപ്പിക്കരുത്. ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ 9-11 ഭാര്യമാരുടെ കൂടെയും ഞാൻ കഴിയുമ്പോൾ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ ആരുടെ കൂടെ കിടന്നുറങ്ങുമ്പോഴും എനിക്ക് വഹി വന്നിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ ഞാൻ കിടക്കും, എനിക്ക് വഹി വന്നിട്ടുണ്ട്, ജിബ്രീൽ വന്നിട്ടുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിക്ക് വലിയ ഇഷ്ടം, ജിബ്രീലിന് വലിയ ഇഷ്ടപ്പെട്ട മഹദിയാണ്, അല്ലാഹുവിന് ഏറെ ഇഷ്ടപ്പെട്ട മഹദിയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ ഒട്ടേറെ നിയമങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മഹദിയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറയിലെ വിശേഷം പോലും ലോകത്തിന് പറഞ്ഞു കൊടുത്തത് എന്തിന്? അത് തോന്നിവാസം പഠിപ്പിക്കാനല്ല. തോന്നിവാസങ്ങൾ നടക്കുന്ന പുണ്യനബിയുടെ ചെയ്തി എന്ത് എന്ന് പഠിപ്പിക്കുവാൻ. അങ്ങനെയല്ലോ വിദേശത്തുനിന്ന് വരുമ്പോ മൊബൈലിൽ തന്നെ കയറ്റി വന്നിട്ട് അറകളെ മലീമസമാക്കുന്ന കാലഘട്ടത്തിൽ അറയിൽ ഒരു മനുഷ്യൻ പാലിക്കേണ്ട മര്യാദ എന്ത് എന്ന് പഠിപ്പിക്കാൻ. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ അനശ്വരമായി കിടക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചരിത്രം. അതൊക്കെ പറയാൻ ഒരു സദസ്സിൽ വന്ന് പറയാന്ന് പറഞ്ഞാൽ അത് നമ്മൾ തന്നെ ആവേശം കൂട്ടണമെന്ന് ഞാൻ നടക്കുന്നുള്ളൂ. അത് ആ സദസ്സിൽ നിന്ന് കിട്ടുന്ന ചാർജ് എന്ന് ഞങ്ങൾ തന്നെ കവറൊന്നുമല്ല. അതൊന്നും താല്പര്യപ്പെട്ടിട്ടല്ല ഈ വന്നത് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. കുടുങ്ങിയ സഹായിക്കണല്ലോ, അങ്ങനെയാണ് പുണ്യനബി പറഞ്ഞത്. കുടുങ്ങണോട് സഹായിക്കണം. കുടുങ്ങണ സമയത്ത് മനുഷ്യനെ പിന്നെ നമ്മൾ കൂടുതൽ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നും കരുതിയാണ്. അപ്പൊ എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് റമദാനിൽ എല്ലാ ദിവസവും ഉച്ചക്ക് പ്രസംഗിക്കാന്നുള്ളത്. ളുഹർ കഴിഞ്ഞ് പ്രസംഗിക്കണം. മഹലിലെ സ്ത്രീകൾ ഒരു പക്ഷേ ഇന്ന് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നോമ്പുറക്കാൻ ഭക്ഷണം കിട്ടുമെന്നുള്ള വലിയ ബേജാറും എനിക്കുണ്ട്. കാരണം ഇന്ന് എന്തായാലും ഞാൻ ക്ലാസ്സിന് പങ്കെടുക്കും എന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ച ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. ആ വാക്ക് മാറ്റി പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് കഴിയണമെങ്കിൽ ഇനിയൊരു ക്ലാസ് അവരുടേത് കിട്ടണം. ഈ ഉമ്മമാർക്ക് ദീനിനോടുള്ള സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ഒരു ക്ലാസ് കുറഞ്ഞു പോയാൽ അതിൻ്റെ ഫലം കറിയിൽ കാണും, അതിൻ്റെ ഫലം ഭക്ഷണത്തിൽ കാണും, റോട്ടിയിൽ കാണും. എന്താ കാരണം? അവർക്ക് ദീനിനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഇയാൾ നമുക്ക് ദീന് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനായിട്ട് ഭക്ഷണം കൊടുക്കണമെന്നല്ലോ. നല്ല ചിന്തയാണ്. അപ്പൊ ഞാൻ പറയുന്നത് അവ കുടുങ്ങിയോടത്ത് സഹായിക്കുക എന്ന രീതിയിൽ വന്നതാണ്. അള്ളാഹു ഇത് ഉപകാരപ്പെടുത്തി തരട്ടെ. ഞാൻ മുസ്തഫ അഷ്റഫ് ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ പകരം വെക്കാൻ പറ്റാവുന്ന ഒരാളല്ലല്ലോ നിങ്ങൾ വിളിച്ചത്. കാരണം
ബാക്കബിസാദിനും സുസാറുസാനൊക്കെ പകരം ഞാൻ വരാൻ തന്നെ അത് അൺഫിറ്റാണ്, ഫിറ്റാവും. നമ്മളൊരു സ്ഥലത്ത് ഒരു ദ്വാരമടക്കാൻ അതിനുള്ള ഫിറ്റായത് കൊണ്ടുപോയി വെക്കണ്ടേ? ഫിറ്റായത് കൊണ്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ലൂസായി കളിക്കും, ഇടയ്ക്കിടക്ക് കുഴിഞ്ഞു പോയി. അപ്പം എന്നോട് പറഞ്ഞു കുടുങ്ങിയിട്ടാണ് ഉദവി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആ വാക്കിന് മുമ്പിൽ ഒന്നും പറയാനില്ല. അല്ലാതെ പകരം പോകാൻ പറ്റാത്ത ആൾ എന്നതുകൊണ്ടല്ല, പകരം പോകുമ്പോഴും നമ്മൾ പോയാൽ ഫിറ്റാണ് അടുത്ത് പോകാനല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ വരുന്നവർ നിരാശരായി പോകുമല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖൈറാക്കി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. നിങ്ങൾ എന്തൊക്കെ അനൗൺസ് ചെയ്യണം ഞാൻ പിന്നെ കേട്ടു. അങ്ങനെയൊന്നും പറയരുത് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറയുമ്പോൾ 100% ശരിയാണല്ലോ, ശരിയാവും. പറയുന്നത് ശരിയാവുമ്പോഴല്ലേ, യാഥാർത്ഥ്യം പറയുമ്പോഴല്ലേ ശരിയാവുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറാക്കി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. وقال نبينا وحبيبنا محمد رسول الله صلى الله عليه وسلم ثلاث من كن فيه وجد حلاوة الإيمان أن يكون الله ورسوله أحب إليه مما سواهما وأن يحب المرء لا يحبه إلا لله وأن يكره أن يعود في الكفر كما يكره أن يقذف في النار يا من يجيب دعاء المضطر في المظلم يا كاشف الضر والبلوى مع السقم قد نام وفدك حول البيت وانتبهوا وأنت يا حي يا قيوم لم تنم إن كان عفوك لا يرجوه ذو جرم فمن يجود على العاصين بالنعم नहीं तेरा नशीमन कसर सुल्तानी के गुंबद पर तो शाहीन है परवाज है काम तेरा सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम सल्लल्लाहु अलैहि मुहम्मद सल्लल्लाहु अलैहि वसल्लम اللهم صل على محمد يا ربي صل عليه وسلم. വേദിയുടെ അധ്യക്ഷപദം അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ മഹലിലെ സർവാധരണീയരായ ഖതീബ്, ഞാൻ പിന്നെ ഇങ്ങനെ ആലോചിച്ചു പകരാളെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ തന്നെ കുടുംബത്തോടത്ത് മൂപ്പരെ വിളിക്കലും, നമ്മളൊന്നും പറഞ്ഞാൽ തീരാത്തിടത്തേക്ക് മൂപ്പരെ വിളിക്കുക. എന്നിട്ട് ഈ 3 ദിവസം തന്നെ മൂപ്പരെ ഉപയോഗപ്പെടുത്തിയാൽ മതിയെന്ന്. മൂപ്പരോട് നിങ്ങളെ ചിലപ്പോൾ പറയാൻ വിട്ടുപോയതാണ് എന്ന് തോന്നുന്നു, എങ്കിൽ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളെങ്ങനെ പറയാന്ന് കരുതിയിട്ടായിരിക്കും. ആദരണീയരായ മുസ്തഫ അഷ്റഫി ഉസ്താദ് കക്കുപ്പടി അല്ലാഹു ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. പല പുത്തനാശയങ്ങളും വളർന്നു വരുന്ന മഹല്ലകളിൽ അതിൻ്റെ മുനയൊടിക്കാറുള്ളതും അതിനെ നശിപ്പിച്ചു കളയാറും ഉള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരിൽ പ്രധാനിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ ദീൻ നിലനിർത്താൻ പറ്റുന്ന ആലിമീങ്ങൾ അല്ലാഹു നമ്മുടെ നാട്ടിൽ നിന്നും വളർത്തിയെടുക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ വേദി ഉദ്ഘാടനം ചെയ്ത് അനുഗ്രഹിച്ച ഞാൻ എൻ്റെ ജ്യേഷ്ഠന് തുല്യം സ്നേഹിക്കുന്ന ആദരണീയരായ പൂക്കോയ തങ്ങൾ അവരുകളെ, വേദിക്ക് സ്വാഗത ഭാഷണം നടത്തിയ മഹല്ലത്തിന്റെ സമാധാനായ പ്രസിഡന്റ് ആദരണീയരായ PV മുസ്തഫ സാഹിബ് അവരുകളെ, വേദിയിൽ ഉപവിട്ടരായ ആദരണീയരായ KC മുഹമ്മദ് ബാഖവി ഉസ്താദ്, ഡോക്ടർ കുഞ്ഞബ്ദുള്ള സാഹിബ്, മുഹമ്മദ് അലി ഫൈലി ഉസ്താദ് അവരുകൾ, സദർ ഉസ്താദാണ് നമ്മുടെ TC കുഞ്ഞബ്ദുള്ള ഹാജി തുടങ്ങി വേദിയിലുള്ള സമുന്നതരായ നേതാക്കൾ. ഈ പേപ്പറിൽ അത്ര പേരുള്ളതെന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. പലരും എടുത്തു പറയപ്പെടാൻ പറ്റാവുന്ന അല്ലെങ്കിൽ എടുത്തു പറയപ്പെടേണ്ട ആളുകളാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിലൊരു സ്വഭാവം വളർന്നു വരുന്നുണ്ട്. എല്ലാവരും തുല്യരാണ്, ആരും പരിഗണിക്കേണ്ടതില്ല, അതൊക്കെ മോശമാണ്. ഒരു പ്രദേശത്ത് പരിഗണിക്കപ്പെടേണ്ടവർ ഉണ്ടാവും. പക്ഷേ ഈ പരിഗണിക്കപ്പെടേണ്ടവന് തോന്നരുത് ഞാൻ പരിഗണിക്കപ്പെടേണ്ട ആളാണ്, എന്നെ പറഞ്ഞില്ലല്ലോ, എന്നെ എഴുതിയില്ലല്ലോ, എന്നെ ക്ഷണിച്ചില്ലല്ലോ എന്ന് അയാൾക്ക് തോന്നാൻ പാടില്ല. പക്ഷേ പരിഗണിക്കപ്പെടേണ്ടവർ പരിഗണിക്കപ്പെടണം, എടുത്തു പറയപ്പെടേണ്ടവർ എടുത്തു പറയപ്പെടേണ്ടവരാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന പള്ളിയിലാണ്. മദീന പള്ളിയിലേക്ക് സ്വഹാബികളുടെ വീടുകളുടെ ഭാഗത്തു നിന്ന് വരുന്ന ഭാഗങ്ങളിലൊക്കെ പല ഡോറുകളും മദീന പള്ളിയിലേക്ക് ഉണ്ടായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബ, മദീന പള്ളിയിലേക്കുള്ള എല്ലാ വാതിലുകളും നിങ്ങൾ അടച്ചു കളയണം. നിന്റെ അബൂബക്കറിന്റെ വാതിൽ മാത്രം അവിടെ തുറന്നു കിടന്നോട്ടെ, അതടക്കേണ്ട അല്ലാത്ത എല്ലാ വാതിലുകളും നിങ്ങൾ അടച്ചു കളയേണ്ടതാണ്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇസ്ലാമിനെ പോലും പരിശുദ്ധമായ ദീനിന്റെ അനുയായികൾക്ക് ഒരിക്കലും നിഷേധിക്കാൻ കഴിയില്ല, മറക്കാൻ കഴിയാത്ത വ്യക്തിത്വമാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മഹദിയുടെ പിതാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരിക്കലും മറക്കപ്പെടരുത് എന്ന അല്ലാഹുവിന്റെ തീരുമാനമുള്ളതുകൊണ്ടാണ് ഓരോ ദിവസവും 5 നേരങ്ങളിൽ 17 തവണകളായി സമിഅ അല്ലാഹു ലിമൻ ഹമീദ ആ മഹാൻ സ്മരിക്കപ്പെടുന്നത്. അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ തണലായി മഹയിൽ നിലകൊള്ളുന്ന എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സ് നൽകട്ടെ. ദീനിനെ സഹായിക്കുന്ന എല്ലാവർക്കും അല്ലാഹുവിന്റെ സഹായം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അത് പറഞ്ഞല്ലോ, പ്രഥമ ബാച്ച് തുടങ്ങാൻ പോകുമ്പോൾ എല്ലാ കുട്ടികളെയും ഓരോരുത്തരായി ഏറ്റെടുത്തു വന്നു. അല്ലാഹുവേ, നാളെ മഹ്ശറിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കൈപിടിക്കുന്ന ആലിമീങ്ങളായി ഇവരെ നീ മാറ്റണേ അല്ലാഹ്. നിന്റെ ദീനിന് ഉപകാരപ്പെടുന്ന ആലിമീങ്ങളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നിന്റെ ദീനിന്റെ ഒരു പോയി പോലെ വയ്ക്കാൻ സമ്മതിക്കാത്ത ചുണക്കുട്ടികളായി ദീനിന്റെ ആലിമീങ്ങളാക്കി ഇവരെ നീ മാറ്റണേ അല്ലാഹ്. എവിടെയാണോ ദീനിന് കേടുവരുന്നത് അവിടെ ചാടി എഴുന്നേറ്റ് വരാൻ അല്ലാഹുവേ പറ്റാവുന്ന അർഹമുർ റഹീമീനായ റബ്ബേ, ഇൽമിന്റെ അവഗാഹമുള്ള ആഴങ്ങളറിഞ്ഞ പണ്ഡിതന്മാരാക്കി ഇവരെ നീ മാറ്റിയെടുക്കണമേ അല്ലാഹ്. ഈ നാടിനെ നിന്റെ ദീന് നീ അനുഗ്രഹിച്ച നാടാക്കി മാറ്റണമേ അല്ലാഹ്. നേരെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. നമ്മൾ എന്തിനാ ഈ വിഷയം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ വിഷയത്തിൽ കുറെ ഭാഗങ്ങളുണ്ട്. ആയിഷ ബീവിയുടെ ജീവിതചരിത്രം അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു ഭാഗമുണ്ട്. ഞാൻ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്നെ വേദനിപ്പിച്ച ഒരു സംഗതി ഉണ്ടായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കേരളത്തിൽ ചർച്ചയായ ഒരു സമയം ഉണ്ടായല്ലോ. ഇപ്പോഴും പരിശുദ്ധമായ റമദാൻ കടന്നു വന്നപ്പോഴും മലപ്പുറം ജില്ലയിലെ മാതൃഭൂമിയുടെ ഓഫീസിന്റെ നേരെ എന്തോ ചില അക്രമങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടായി എന്ന് നമ്മൾ പത്രത്തിൽ വായിച്ചു. പക്ഷെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ആര് മാപ്പ് ചോദിച്ചാലും മാപ്പ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതാണ് അല്ലാഹുവിന്റെ ദീൻ. അതാണ് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം അതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അധ്യാപനം അതാണ്. റസൂൽ പഠിപ്പിച്ചതാണ്. റസൂൽ കൊല്ലണം, അതിക്രമങ്ങൾ കാരണം റസൂൽ കൊല്ലണം എന്ന് നേരിട്ട് പറഞ്ഞോട് വളരെ വിരളല്ലേ. നേരിട്ട് കൊല്ലണം എന്ന് പറഞ്ഞ കഅബ് പോലും മാപ്പ് ചോദിച്ചു വന്നപ്പോൾ ഞാൻ മാപ്പ് കൊടുക്കും എന്ന് പറഞ്ഞ നബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ചുറ്റുഭാഗത്തും താമസിക്കുന്ന മുസ്ലിങ്ങൾ പുണ്യ നബിയെ മനസ്സിലാക്കേണ്ടത് നമ്മിൽ നിന്നാണ് റസൂലുള്ളാഹിനെ മനസ്സിലാക്കേണ്ടത്. ഒരിക്കലും അവർ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, വായിക്കില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പുണ്യ നബിയുടെ വ്യക്തിത്വത്തെ പോലും കേടുവരുന്നു. മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കണമെന്നാണ്. ഞാൻ ഓർക്കുന്നു, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറി ആദരണീയരായ ആലിക്കുട്ടി ഉസ്താദ് അവர்கள் ഇനി ആരും കുഴപ്പമുണ്ടാക്കരുത്, മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ആലോചിക്കണം, വാട്സപ്പിൽ ഒരു മെസ്സേജ്, വോയിസ് മെസ്സേജ് ഒരാൾ എനിക്ക് കാണിച്ചു തന്നു. അങ്ങനൊന്നും മാപ്പ് ചോദിച്ചാൽ മാപ്പ് കൊടുക്കൂല. മാത്രമല്ല, ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ചില ആളുകൾ എഴുതി വിട്ടാൽ എന്താ അറിയും, ഈ നാളെ മാപ്പ് എന്ന് പറഞ്ഞിട്ട് വരില്ല, മാപ്പ് കൊടുക്കൂല എന്നും ഈ ഉമ്മത്തിന്റെ സ്വഭാവമല്ല. ഞാൻ സത്യത്തിൽ ഇതിൽ മനസ്സിലാക്കുന്നത് മറ്റൊരു കാര്യം, അതതിന്റെ വഴിക്ക് പോകട്ടെ. ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്. ഞാൻ ചോദിക്കുന്നത് എന്റെ സഹോദരങ്ങളോട്, അക്രമത്തിന്റെ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതിന് പകരം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധമുള്ള കുടുംബ ജീവിതത്തെ രൂക്ഷമായി വിമർശിച്ചവർക്ക് അതിന്റെ സത്യാവസ്ഥ എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അങ്ങനെ നമ്മൾ എത്ര വാട്സപ്പ് ഉപയോഗിച്ചു എന്ന് ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഇപ്പോഴും അതിന്റെ പിന്നിലുള്ള പ്രതിഷേധങ്ങൾ അവസാനിച്ചില്ല എന്നാണ് ഞാൻ പറയുന്നത്. പ്രതിഷേധങ്ങൾക്ക് പകരം ഈ ആക്ഷേപിച്ചവർക്ക് ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ഹബീബായ റസൂലുള്ളാഹിയിൽ നിന്നും മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ പരിശുദ്ധമായ ഖുർആൻ എത്രയോ ആ മഹദിയുടെ സന്നിധിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മോൾ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയായിരുന്നു. നമ്മൾ അവിടെ നിന്നൊക്കെ മാറി, നമ്മുടെ ഉമ്മത്ത് മാറിയിട്ട് നമ്മൾ എവിടെ എത്തി?
മീര ജാസ്മിനായി നമ്മുടെ വീട്ടിന്റെ അകത്തലത്തിലുള്ള ഉമ്മമാരുടെ ഹീറോകൾ മീര ജാസ്മിനായി. അതേപോലെ മീര ജാസ്മിനായ കാലമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിനെ തിരിച്ചുവിടാൻ ചെയ്തതാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മീര ജാസ്മിന്റെ കൂടെ സെൽഫി എടുക്കുന്ന കാലമായി നമ്മുടെ ഉമ്മമാർ. നിങ്ങൾ ചിന്തിക്കണേ, ഞാൻ എങ്ങനെ പറഞ്ഞു വിടുകയാണ്? ഞാനൊരു പ്രദേശത്തെയും മോശമാക്കുകയില്ല, ആരെയും ഞാൻ മോശമാക്കുകയില്ല. ഉമ്മത്തിന്റെ മനസ്സെല്ലാം മലീമസമായപ്പോൾ കോപ്രാട്ടിത്തരങ്ങൾ കാണിക്കുന്ന ആളുകളുടെ കോപ്രാട്ടിത്തരങ്ങൾ കണ്ട വീട്ടിനകത്തിരിക്കുന്ന ഘട്ടത്തിലാണ് അല്ലാഹു ഈ ഉമ്മത്തിന്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ചെയ്തതാണെന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ. അതും അതിന്റെ ലക്ഷ്യമുണ്ടാകാമെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പ്രപഞ്ചനാഥനായ അല്ലാഹുവാണല്ലോ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ശ്രദ്ധിക്കപ്പെടാതിരിക്കുന്ന കാലഘട്ടത്തിൽ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം വീശുന്നത് നന്നാകുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വായിച്ചു, റമദാനിന്റെ പകലിലാണെന്ന് തോന്നുന്നു. ഇന്നലെയോ മെനിഞ്ഞാന്നുമാണ് ആ റിപ്പോർട്ട് വന്നത്. മലപ്പുറം ജില്ലയിലെ മാതൃഭൂമി ഓഫീസിന് നേരെ അതിക്രമങ്ങൾ ഉണ്ടായപ്പോ പ്രസിന്റെ ഏറ്റവും ഉന്നതാധികാരത്തിലുള്ള ആളുകൾ ചില കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്, അക്രമത്തെ അക്രമം കൊണ്ടല്ല നേരിടേണ്ടത്, അക്രമത്തെ നീതി കൊണ്ടാ നേരിടേണ്ടത്, അന്യായത്തെ ന്യായം കൊണ്ടാ നേരിടേണ്ടത്. ഹബീബായി നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിലാണ്, പുണ്യ നബി വളരുന്നത് മക്കയിലാണ്. 40ാമത്തെ വയസ്സിലാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു നബുവത്ത് കൊടുക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ, റസൂലുള്ളാഹിക്ക് നബുവത്ത് ലഭിക്കുമ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഭൂമിയിലേക്ക് പൂജാതയായിട്ടില്ല. ആയിഷ ബീവി ഭൂമിയിലേക്ക് വന്നിട്ടില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് പ്രവാചകനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യത്തെ 3 കൊല്ലം രഹസ്യമായ പ്രബോധനമാണ് റസൂലുള്ളാഹി നടത്തുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീടാണ് അല്ലാഹുവിൻ്റെ കൽപ്പന വരുന്നത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹിർ വറുജ്സ ഫഹ്ജുർ വലാ തംനുൻ തസ്തക്തിർ. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരസ്യമായ പ്രബോധനം നടത്താൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരസ്യ പ്രബോധനം ആരംഭിക്കുന്നത്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരസ്യ പ്രബോധനം തുടങ്ങുന്നത് അല്ലാഹുവിന്റെ ഹബീബിന്റെ 43ാമത്തെ വയസ്സ് കഴിയുമ്പോഴാണ്. ആദ്യത്തെ 3 കൊല്ലവും രഹസ്യ പ്രബോധനമാണ്. 44ാമത്തെ വയസ്സിലാണ് പരസ്യ പ്രബോധനം തുടങ്ങുന്നത്. ആ കൊല്ലത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ജനിച്ചു വീഴുന്നത്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മറുമാന്റെയും മകളായി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചു വീഴുകയാണ്. രാജാതിരാജനായ അല്ലാഹുവിന്റെ തിരുനോട്ടമുള്ള സദസ്സാണ് ഈ സദസ്സെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം അല്ലാഹു ഇഷ്ടപ്പെട്ട മഹദിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഉമ്മമാരെ, എന്തിനാ ആയിഷ ബീവിയെ കുറിച്ച് ഞാൻ പറയുന്നതെന്ന് ചോദിച്ചാൽ, തിരിച്ചു പോകണം ആ ജീവിതത്തിലേക്ക്. ഈ ഉമ്മത്ത് ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം. സിനിമകളിൽ അഭിനയിക്കുന്നവരിൽ നിന്ന് ഉമ്മത്തിനൊന്നും ഉൾക്കൊള്ളാനില്ലേ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ സഹോദരിമാരോട്, എന്റെ ഉമ്മമാരോട്. അതിലേക്ക് തിരിച്ചു പോയില്ലാതെ എന്റെ ആദ്യ സമുദായം നന്നായത് ഏത് നന്മ കൊണ്ടാണോ ആ നന്മ കൊണ്ടല്ലാതെ എന്റെ ഉമ്മത്തിലെ അവസാന ആളുകൾക്കും നന്നാകാൻ കഴിയില്ല എന്ന് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ലക്ഷ്യത്തിലാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. 44ാമത്തെ വയസ്സിലാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ 44ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഭൂമിയിലേക്ക് പൂജാതയാകുന്നത്. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മർ റളിയല്ലാഹു അൻഹുവിന്റെയും മകളായി ജനിച്ചു വരികയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. ഉമ്മറുമാന്റെ മുല കുടിച്ചു വളരുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. മുലകുടി പ്രായത്തിലാണ്. മുല കുടിച്ചങ്ങനെ വളരുകയാണ് ആയിഷ ബീവി. പിച്ച വെച്ച് നടക്കാൻ സമയമായി. വീട്ടിനകത്ത് വെച്ച് കളിക്കും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. ഉമ്മയുടെ കൂടെ കളിക്കും ആയിഷ റളിയല്ലാഹു അൻഹ. പിന്നെയും ആയിഷ ബീവി വളരുകയാണ്. ഓടി നടക്കുന്ന
പ്രായമായി, വീട്ടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന പ്രായമായി. അപ്പോഴാണ് വീടിന്റെ പരിസരത്തുള്ള കുട്ടികളെ പരിചയപ്പെടുന്നത്. ആ കുട്ടികളുമായി ആയിഷ ബീവി കളിക്കാൻ തുടങ്ങി. കളിക്കുന്ന പ്രായമാണ്. ചെറുപ്പത്തിലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാണുന്നു വരാറുണ്ട്. തന്റെ പിതാവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് അയാൾ. ഇടക്കിടക്ക് വീട്ടിലേക്ക് കയറി വരാറുണ്ട്. പിതാവായ സുഫീഖ് റളിയല്ലാഹു അൻഹുവും അവരും തമ്മിൽ ഇടക്കിടക്ക് സംസാരിക്കുന്നത് ഈ കുഞ്ഞുമോള് കാണാറുണ്ട്. ആരാണ്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ചെറുപ്പത്തിലെ പരിചയമുള്ള ആള് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഒരാൾ ചെയ്ത തെറ്റ് മറ്റൊരാൾ വഹിക്കില്ല എന്ന് ഖുർആൻ തന്നെയല്ലേ ഓർമ്മപ്പെടുത്തിയത്. ചെറുപ്പത്തിലെ കണ്ടു ശീലിച്ചതാണ്. പലരുടെ കൂടെയും നിന്ന് അല്ലെങ്കിൽ എപ്പോഴും കണ്ട് അയാളുടെ പ്രവൃത്തികളിൽ ആകത്തയായതാണ് അല്ലെങ്കിൽ ആകത്തനായതാണ്. പലരുടെ കൂടെയും നിന്ന് സെൽഫി എടുക്കാൻ പ്രേരിതമായത്. അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരെക്കാരാണോ കാണിച്ചു കൊടുത്തത്? ഭർത്താവെങ്കിൽ ഭർത്താവാണതിന്റെ ഒന്നാമത്തെ പ്രതി, പിതാവാണോ ഒന്നാമത്തെ പ്രതി. ആരെയാണോ ഈ മോശമായ സംസ്കാരത്തിന്റെ അന്യ പെണ്ണിനെ പരസ്യമായി ചുംബിക്കുന്ന ഫോട്ടോ വീട്ടിനകത്ത് കാണിച്ചു കൊടുക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ സംസ്കാര ശൂന്യരാണ് സംസ്കാര നായകന്മാരായി ആദരിക്കപ്പെടുന്നത്. അവരെയാ ലോകം വാഴ്ത്തുന്നത്. ഇനി കാലഘട്ടത്തിന്റെ നാശമാണ് ഞാൻ പറയുന്നത്. അവരോട് കൂടെ നിൽക്കാൻ, അവരോട് ചേർന്ന് നിൽക്കാൻ, അവരുടെ ഒപ്പം നിൽക്കാൻ, അവരുടെ കൂടെ ഒരു സെൽഫി എടുക്കാൻ വ്യഗ്രത കാണിച്ചതിന്റെ കാരണം ആ പ്രിയപ്പെട്ട പെങ്ങളെ ആക്ഷേപിക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്നത് ചെറുപ്പത്തിലെ കണ്ടത് മനസ്സിനകത്ത് പതിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് വാപ്പമാരെ ശ്രദ്ധിക്കണേ, ഉമ്മമാരെ ശ്രദ്ധിക്കണേ, ഭർത്താക്കന്മാരെ ശ്രദ്ധിക്കണേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കത്തേക്ക് ഓടി ഒളിക്കാൻ കാരണം എന്താ? ആയിഷ ബീവി തന്റെ പ്രിയപ്പെട്ട മാതാവ് അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഉമ്മു റോമാൻ, എന്റെ പ്രിയപ്പെട്ട മാതാവ് ഉമ്മു റോമാൻ റസൂലുള്ളാഹി വരുമ്പോ വീട്ടിന്റെ അകത്തേക്ക് ഒളിഞ്ഞിരിക്കുന്നത് ആയിഷ ബീവി കാണാറുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി എപ്പോ വീട്ടിലേക്ക് വരുമ്പോഴും കൊച്ചുമോളാ 2-3 വയസ്സുള്ള കുഞ്ഞാണ് ആയിഷ ബീവി വീട്ടിന്റെ അകത്തേക്ക് ഓടി മറയുന്നത്. ഒരിക്കൽ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കയറി വരാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അയൽപക്കത്തുള്ള കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് റസൂലുള്ളാഹി വീട്ടിലേക്ക് കയറി വരുന്നത്. ആയിഷ ബീവി റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, കൂടെയുള്ള കുട്ടികളാരും കണ്ടിട്ടില്ല. മുറ്റത്തേക്ക് അല്ലാഹുവിന്റെ ഹബീബെത്തി. ആയിഷ ബീവി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചോദ്യം ആ കളിക്കൂട്ടുകാരോട്. കുട്ടികളോട് വല്ലാത്ത സ്നേഹമാണല്ലോ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാണല്ലോ കളിക്കൂട്ടുകാരോടായ. യാ റസൂലല്ലാഹ്, സുലൈമാൻ അലൈഹിസ്സലാമിന്റെ കുതിരയ്ക്ക് ചിറകുണ്ടായിരുന്നല്ലോ നബിയേ എന്ന് ആയിഷ ബീവിയുടെ മറുപടിയാണ്. അല്ലാഹുവിന്റെ ഹബീബ് പോലും കാണിച്ചു പോവുകയാണ്. കൊച്ചുകുഞ്ഞായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വിജ്ഞാനത്തിന്റെ ആഴം നോക്കൂ ഉമ്മമാരെ. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, എന്റെ കുഞ്ഞുമോൾ ആയിഷ ബീവി വിജ്ഞാനം ലഭിച്ചത് എപ്പോഴും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അകത്ത് ഉമ്മു റോമാന്റെ ചർച്ചയാരാണെന്നറിയോ? ഉമ്മു റോമാന്റെ വീട്ടിനകത്ത് ചർച്ചയാരാ? ഉമ്മു റോമാന്റെ വീട്ടിനകത്തുള്ള ചർച്ച ആസിയ ബീവിയാണ്, മറിയം ബീവിയാണ്, കഴിഞ്ഞുപോയ പ്രവാചകന്മാരാണ്. സുലൈമാൻ അലൈഹി
അള്ളാഹുവിനെ കുറിച്ച് കുഞ്ഞുമോളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മളും മക്കളും ഇരുന്നിട്ട് സിനിമ കാണുമ്പോ, സീരിയൽ കാണുമ്പോ ചിത്രങ്ങളെ കാട്ടിക്കൂട്ടുന്ന നായികമാരെയും നായകന്മാരെയും കണ്ട് അവരുടെ സിനിമയുടെ അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിന്റെ മേന്മ നമ്മൾ പറഞ്ഞിട്ടില്ലേ? ഉമ്മത്തന്റെ നാശമായി പോയത്. തിരിച്ചു പോകണം നമ്മളെ പഴയ തലമുറയിലേക്ക്. റഹ്മുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യത്തിന് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുകയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ ചെറുപ്പത്തിലെ നല്ലത് മാത്രമേ ആയിഷ അന്ന് ചെറിയ കുട്ടിയാ, 3 വയസ്സേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിട്ടുള്ളൂ. അപ്പോഴാ സ്വഹാബികളാകെ ദുഃഖത്തിലായി പോയ സംഭവം ഉണ്ടാകുന്നത്. 3 വയസ്സ് കഴിഞ്ഞ് 4-ാം വയസ്സിലേക്ക് ആയിഷ ബീവി കടക്കുമ്പോഴാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും റസൂലുള്ളാഹിന്റെ കുടുംബവും റസൂലുള്ളാഹിന്റെ പ്രിയമുള്ള സ്വഹാബികളും മക്കയിൽ ഉപരോധിക്കപ്പെടുന്നത്. ഇപ്പോഴുമുണ്ട് എന്റെ സഹോദരങ്ങളെ മക്കയിലെ ആ താഴ്വര. ഷൈബ് അബി ത്വാലിബ് എന്നാണ് ആ താഴ്വരക്ക് പേര്. ഞാൻ എന്റെ കൂടെ ഉംറക്ക് വരാറുള്ള ആളുകൾ അവിടെ കൊണ്ടുപോയിട്ട് ആ ചരിത്രം പറഞ്ഞു കൊടുക്കുമ്പോൾ കരയാത്തൊരു ഇവിടെ നിൽക്കേണ്ട ഖദീജ, ഭക്ഷണം ലഭിക്കില്ല ഖദീജ. ഇവിടെ ശത്രുക്കൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പട്ടിണി കിട്ടി എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലലാണ് ശത്രുക്കളുടെ ലക്ഷ്യം ഖദീജ. അതുകൊണ്ട് ഖദീജ ഭക്ഷണം ലഭിക്കില്ല, വെള്ളമില്ല ഖദീജ. ഇവിടെ പട്ടിണി കിടക്കേണ്ടി വരും ഖദീജ. അങ്ങേക്ക് പട്ടിണി കിടന്ന് ശീലമില്ലല്ലോ. അങ്ങ് പൊന്നു മക്കളെ കൂട്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോഴാ ഉമ്മമാരെ കേൾക്കണേ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയാൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാ, ഭർത്താവിന്റെ ക്ഷേമത്തിലും ഭർത്താവിന്റെ ഐശ്വര്യത്തിലും ഭർത്താവിന്റെ കട്ടപ്പാടിലും ഭർത്താവിനോടൊപ്പം ക്ഷമിച്ചു നിൽക്കാൻ കഴിയുന്ന പെണ്ണാ. ആകാശത്തിന് ചുവട്ടിലെ ഏറ്റവും നല്ല പെണ്ണിന്റെ പ്രിയമുള്ള പെങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങെന്താ നബിയെ എന്നോട് പറയുന്നത്? യാ ഹബീബല്ലാഹ്, അങ്ങനോട് പറയുന്നത് അങ്ങേ ഷൈബ് അബീ ത്വാലിബിന്റെ വലഞ്ചിരവിൽ പട്ടിണി കിടന്നിട്ട് വിശപ്പിനോട് മല്ലടിക്കുമ്പോ ഖദീജ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെന്നാണോ എന്നോട് പറയുന്നത്? യാ റസൂലല്ലാഹ്, ഖദീജക്ക് അതിന് കഴിയില്ല നബിയേ. യാ റസൂലല്ലാഹ്, ഈ താഴ്വരയിൽ കിടന്ന് ഷൈബ് അബീ ത്വാലിബിന്റെ താഴ്വരയിൽ കിടന്ന് തൊണ്ട നനക്കാൻ ഒരിട്ട് വെള്ളമില്ലാതെ അങ്ങ് പ്രയാസപ്പെടുമ്പോൾ ഖദീജ ദാഹം തീർക്കണമെന്നോ നബിയേ? എനിക്ക് കഴിയില്ല യാ റസൂലല്ലാഹ്. അങ്ങേക്ക് ഭക്ഷണമില്ലേ? ഖദീജക്ക് ഭക്ഷണം വേണ്ട. അങ്ങേക്ക് വെള്ളമില്ലേ? ഖദീജക്ക് വെള്ളം വേണ്ട. അങ്ങേ താഴ്വരയിൽ കിടന്ന് പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായി മരിക്കുകയാണോ യാ റസൂലല്ലാഹ്? ഖദീജയും അങ്ങയുടെ കൂടെ കിടന്ന് പെടന്ന് മരിക്കാനായിട്ട് പെടുന്നത് നബിയെ എന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവിയും മക്കളും കുടുംബവും ഇവിടെ കഴിഞ്ഞുകൂടുന്നു. 3 കൊല്ലം ആ ശത്രുക്കൾ ഉപരോധിച്ചത്. 3 കൊല്ലം കഴിഞ്ഞിട്ട് മക്കക്കാർ ഉപരോധം പിൻവലിക്കുകയാണ്. ഉപരോധം പിൻവലിച്ചപ്പോൾ മക്കയിലേക്ക് കടക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചു. അവർക്ക് പക്ഷേ മക്കയിലേക്ക് കയറാനുള്ള അവസരം ലഭിച്ചപ്പോഴേ പട്ടിണി കിടന്ന് ശീലമില്ലാത്ത ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പട്ടിണി കിടന്നപ്പോഴേക്ക് ക്ഷീണിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഖദീജ ബീവിക്ക് പട്ടിണി കിടന്ന ശീലമില്ലല്ലോ. ജനിച്ചു വീണത് തന്നെ ഖുവൈലിദിന്റെ വീട്ടിലേക്ക്. ആരാ ഖുവൈലിദ്? മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യന. സുഭിക്ഷതയിലേക്കാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ജനിച്ചു വീണത്. അതുകൊണ്ട് ജീവിതത്തിൽ പട്ടിണി കിടന്ന ശീലമില്ല. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പട്ടിണി കിടന്നപ്പോഴേക്ക് അവശയായി പോയിട്ടുണ്ട്. രോഗിയായി പോയിരിക്കുകയാണ്. അവശയായി കിടപ്പിലായി. മഹാനായ നബിയുനാ റസൂലുള്ളാഹി, ഞാൻ പറഞ്ഞു വരുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ നല്ലപോലെ സ്വലാത്ത് ചൊല്ലണേ നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മുടെ സദസ്സ് ദുആക്ക് ഉത്തരമുള്ള സദസ്സാക്കി തരട്ടെ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
വിവാഹം ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ രോഗിയായി കിടപ്പിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയുടെ ചാരത്ത് വരും, ഖദീജ ബീവിയുടെ അടുത്തിരിക്കും, ഖദീജ ബീവിയെ തലോടും അല്ലാഹുവിന്റെ ഹബീബ് സമാധാനിപ്പിക്കും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കരയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബും കരയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട് ഖദീജയോട്, ഖദീജ വിഷമിക്കണ്ട ഖദീജ, പ്രയാസപ്പെടരുത് ഖദീജ, സ്വർഗ്ഗത്തിന്റെ ഉന്നതങ്ങളിലെ പെണ്ണുങ്ങളാണ് ഖദീജ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ ഖദീജ ബീവിക്ക് സന്തോഷമുണ്ടെങ്കിലും ഖദീജ ബീവി കരയുന്നു. അത് കണ്ട അല്ലാഹുവിന്റെ ഹബീബും കരയുകയാണ്. രണ്ടുപേർ അല്ലാഹുവിന്റെ ഹബീബ് ചാരത്തിരിക്കുകയാണ്, തലോടി കൊടുക്കുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സമാശ്വസിപ്പിക്കുകയാ. കരച്ചിൽ വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബും തിരിച്ചു കരയുന്നു. ഖദീജ കാണാതിരിക്കാൻ, ഖദീജ ഏറെ കരയാതിരിക്കാൻ. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാ, ഹബീബായ നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ കരയുന്നത് മരിക്കുന്ന കാര്യത്തിൽ പേടിച്ചിട്ടില്ല നബിയേ, മരിച്ചു പോകുമെന്ന കാര്യം പേടിച്ചില്ല നബിയേ, ഞാൻ കരയുന്നത് യാ റസൂലല്ലാഹ്, മരണം എന്തായാലും ഒരു ദിവസം ഒരാളെ പിടികൂടാനിരിക്കുകയാണല്ലോ നബിയേ, എനിക്ക് മരിക്കുന്നതില്ല പേടി, ഈ ലോകത്തിൽ മരിക്കുമെന്ന് എന്റെ മനസ്സിനോട് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ മരിച്ചാൽ അങ്ങ് ഒറ്റപ്പെട്ടു പോകുമല്ല നബിയേ, ചുറ്റുഭാഗത്തും ശത്രുക്കളാണല്ലേ യാ റസൂലല്ലാഹ്, അങ്ങയുടെ പ്രിയപ്പെട്ട മെന്മക്കളുമായി അങ്ങ് എന്ത് ചെയ്യും നബി, അങ്ങ് ഒറ്റപ്പെട്ടു പോകുമല്ല യാ റസൂലല്ലാഹ്, ശത്രുക്കൾക്കിടയിൽ കുഞ്ഞുമക്കളെയുമായി അങ്ങയെ സഹായിക്കാൻ ആരുണ്ടാകും നബിയെ, ഇതാണ് എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നത്. അത് പറയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നുണ്ട്. എന്നാലും പറയുന്നുണ്ട്, കരയല്ല ഖദീജ, നിങ്ങൾ കരയല്ല ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹിയും കരയുന്നു. പെട്ടെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനോട് പറയുന്നത്, ഹബീബായ നബിയേ, ഈ ലോകത്തിൽ ഞാൻ രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല നബിയേ, യാ റസൂലല്ലാഹ്, ഞാൻ ഈ ലോകത്തിൽ മരിച്ചാൽ അങ്ങാകണം എന്നെ മയ്യിത്ത് കുളിപ്പിക്കേണ്ടത്. ഹബീബായ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അങ്ങയുടെ ഭാര്യയായി അങ്ങയുടെ അറയിലേക്ക് കയറി വരുന്ന ദിവസം ഞാൻ സ്വയം കുളിച്ചതാ നബിയേ, എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് ഞാൻ കടന്നു പോകുമ്പോ എന്നെ കുളിപ്പിച്ചു തരേണ്ടത് അങ്ങാണ് നബിയേ, യാ റസൂലല്ലാഹ്. കേൾക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് കരയുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിർത്തിയില്ല, യാ റസൂലല്ലാഹ്, മയ്യിത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാൽ ഖബറാകുന്ന മണിയറയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ നബിയേ, അത് കഫൻകുടയാണല്ലോ. ഖബറാകുന്ന മണിയറയിലേക്ക് കഫനുള്ള കഫൻകുട അങ്ങ് ധരിപ്പിച്ചു തരണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണുനീര് ചാലിട്ടൊഴുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയുമ്പോ, ഖദീജ, നീ എന്തിനാ മരണത്തെ കുറിച്ച് പറയുന്നത് ഖദീജ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നുണ്ട്. ഖദീജ ബീവി പറയാണ്, ഹബീബായ നബിയേ, അങ്ങയുടെ അറയിലേക്ക് ഞാൻ കയറി വരുന്ന ദിവസം എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തന്ന അങ്ങയുടെ കുടുംബത്തിലെ പെണ്ണുങ്ങളാ, എന്നാൽ ഖബറാകുന്ന മണിയറയിലേക്ക് ഞാൻ പോകുമ്പോ എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തരേണ്ടത് അങ്ങാണ് ഹബീബായ നബിയേ, യാ റസൂലല്ലാഹ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ തുടരുകയാണ്, ഹബീബായ നബി എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകാൻ മയ്യിത്ത് കട്ടിലാകുന്ന വാഹനം കൊണ്ടുവന്നാൽ ആ വാഹനത്തിലേക്ക് എന്നെ അങ്ങ് കയറ്റി കിടത്തി തരണം യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, ഹബീബായ നബിയേ, അങ്ങനെ എന്റെ മയ്യിത്ത് ചുമന്നു കൊണ്ടുപോകുമ്പോൾ എന്റെ മയ്യിത്തിന്റെ ചാരത്തായി അടുത്തായി അങ്ങ് നടക്കണം യാ റസൂലല്ലാഹ്. ആ മയ്യിത്ത് കട്ടിൽ അങ്ങയുടെ കൈയൊന്ന് സ്പർശിച്ചാൽ അങ്ങയുടെ ഭാര്യയായ ഖദീജയായി ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷമായിരിക്കും നബിയേത്. ഖദീജ ബീവി കരയുന്നുണ്ട്, അല്ലാഹുവിന്റെ ഹബീബും കരയുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ കവളിലൂടെ കണ്ണുനീരൊലിച്ച് താടിയിലൂടെ ഒലിച്ചിറങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മടിയിലേക്ക് കണ്ണുനീർ ഉറ്റി വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നിർത്തിയില്ല, യാ റസൂലല്ലാഹ്,
അങ്ങനെ എന്റെ മയ്യത്തിന്റെ ഖബറിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ എന്റെ ഖബറിന്റെ അടുത്ത് എന്റെ മയ്യത്തെത്തിയിട്ട് എന്നെ ഖബറിലേക്ക് താഴ്ത്തുമല്ലോ നബിയെ. പിന്നെ ഭൂമിയിലേക്ക് ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ. നമ്മൾ ഭൂമിയിൽ വെച്ചു കാണലില്ലല്ലോ. അവസാനത്തെ പിരിയലാണല്ലോ നബിയേ. യാ റസൂലല്ലാഹ്, എന്റെ മയ്യത്ത് കട്ടിലിൽ തന്നെ എടുത്തിട്ട് ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പായി അങ്ങനെ ഖബറിൽ നിറങ്ങണം യാ റസൂലല്ലാഹ്. എന്നിട്ടാവണം എന്റെ ശരീരം ആ മയ്യത്തിലേക്ക് ഖബറിലേക്ക് ഇറക്കി വെക്കേണ്ടത്. അങ്ങയുടെ പാദസ്പർശനമുണ്ടായ മണ്ണിലാണ്. ഖിയാമത്ത് നാളിന്റെ രണ്ടാമത്തെ ഉദ്വരെ ഞാൻ കിടക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങയുടെ പാദസ്പർശനമുണ്ടായ മണ്ണിലാണെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുന്നു. ഖദീജ ബീവിയും കരയുന്നുണ്ട്. അല്പസമയം കഴിഞ്ഞു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തോട് വിട പറയുകയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ പോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുളിപ്പിക്കുകയാണ്. കഫം ചെയ്യാൻ വേണ്ടി ഖദീജ ബീവി റളിയല്ലാഹു അൻഹ കാണിച്ചു കൊടുത്ത കഫം പുടയുണ്ടായിരുന്നു. വഫാത്തിന് മുമ്പേ ഒരുക്കി വെച്ച കഫം പുടയാണ്. വീടിന്റെ മേൽക്കൂരയിൽ കെട്ടിവെച്ചതാണ്. വഫാത്തിന് മുമ്പ് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്. ഹബീബായ നബിയേ, ഞാൻ മരിച്ചാൽ അങ്ങ് കഫം ചെയ്യേണ്ടത് ഈ കഫം പുടയിലാണെന്ന്. മയ്യത്ത് കുളിപ്പിക്കെല്ലാം കഴിഞ്ഞ് കഫം ചെയ്യാനായി അല്ലാഹുവിന്റെ ഹബീബ് കഫം പുടയെടുത്തതാണ്. കഫം പുടയെടുത്തിട്ട് നിവർത്തിയപ്പോഴേ അല്ലാഹുവിന്റെ ഹബീബ് തേങ്ങി തേങ്ങി കരഞ്ഞത്. മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യയായ ഉമ്മ നമ്മൾ കേൾക്കണം, പെങ്ങളെ നമ്മൾ കേൾക്കണം. മക്കയിലെ ഏറ്റവും വലിയ ധനാഢ്യയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കഫം പുട കണ്ട പുണ്യനബി കരഞ്ഞു പോയത്. എത്രയോ തുണിക്കഷ്ണങ്ങൾ വെച്ച് തുന്നി പിടിപ്പിച്ച കഫം പുടയായിരുന്നു. ലോകത്ത് നിന്ന് ഖദീജ ബീവി വിട പറയുമ്പോൾ ഏറ്റവും വലിയ പാവപ്പെട്ട ഫഖീറത്തായിട്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സമ്പത്തൊക്കെ എന്തു ചെയ്തതാണെന്നറിയോ? വലിയ കൊട്ടാര സമാനമായ വീടുണ്ടാക്കി പണം തീർത്തതല്ല, അടിച്ചു പൊളിച്ച് ജീവിതം തീർത്തതല്ല, വസ്ത്രം വാങ്ങി തീർത്തതല്ല, മാസാമാസം ജ്വല്ലറിയിൽ പോയി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി മാറ്റി തീർത്തതല്ല. പെങ്ങളെ, എല്ലാം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി വാരി വലിച്ചു കൊടുത്തിട്ട് ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ ഫഖീറത്തായി ദരിദ്രരായി വിട പറഞ്ഞ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ആ രംഗം കണ്ടുകൊണ്ട് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയാണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറടക്കമെല്ലാം കഴിഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് പിന്നെ ദുഃഖത്തിലാണ്, വല്ലാത്ത ദുഃഖത്തിലാണ് അല്ലാഹുവിന്റെ ഹബീബ്. ഏറ്റവും അടുപ്പമുള്ള ആളുകളെയൊക്കെ കാണുമ്പോ അറിയാതെ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞു പോകും. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരെ കാണുമ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണിലൂടെ കണ്ണുനീരൊലിക്കുന്നത് കാണാമായിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹിന്റെ കുടുംബക്കാർ അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബികളെ കാണുമ്പോ, ഏറ്റവും അടുത്ത ആളുകളൊക്കെ കാണുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഏറെ ദുഃഖത്തിനായിട്ടാണ് അവരെ കാണുന്നത്. സ്വഹാബികളെ മുഴുവൻ ആ ദുഃഖം വല്ലാതെ വ്യാപിച്ച് പിടികൂടിയിരിക്കുകയാണ്. എല്ലാവരും ഏറെ ടെൻഷനിലാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ഏറെ സമയം പുറത്തിറങ്ങാതെയായി, അധിക സമയം വീട്ടിലിരിക്കുകയായി. അത്യാവശ്യത്തിന് പിന്നെ പുറത്തിറങ്ങുന്നുള്ള സ്വഹാബികൾക്ക് വല്ലാത്ത വിഷമമായി. റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയിൽ സ്വഹാബികളൊക്കെ വല്ലാത്ത വിഷമത്തിനാണെന്ന് മാത്രമല്ല, അവർക്കിടയിൽ തന്നെ ചർച്ചയുണ്ട്. എന്ത് ചെയ്യാം, നമ്മൾ എന്താ ഇതിന്റെ ഒരു പരിഹാരം കാണുക? അപ്പോഴാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഏറെ അടുപ്പം കാണിച്ചിരുന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറയുന്ന സ്വഹാബി ഒരു ദിവസം റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വന്നതാ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വിവരം അറിയാൻ വേണ്ടി വന്നതാ. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വീട്ടിലേക്ക് വന്നതാ. വീട്ടിലേക്ക് വന്നപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇരുത്തവും അല്ലാഹുവിന്റെ റസൂലിന്റെ ചിന്തയും ഒക്കെ കണ്ടപ്പോ ഉസ്മാൻ ഇബ്നു മദ്ഊൻ
റളിയല്ലാഹു അൻഹു വല്ലാത്ത വിഷമമായി. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ പിന്നെ ഏറെ സമയം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇരുന്നില്ല. മഹാനവറുകൾ അതാ വളരെ പെട്ടെന്ന് തന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. എല്ലാ ആളുകളും ഇത് വന്നാൽ മനസ്സിലാവില്ല എന്തിനാണ് ഞാൻ പറയണം. ചിലരൊക്കെ പറയാതെ ബക്കറ്റ് വരുന്നുണ്ടെന്ന് പറയണം. ഞാൻ മനസ്സിലാക്കുന്നത് കാസർഗോഡൊന്നും പറയേണ്ടിയില്ല. ഇങ്ങനത്തെ കുറേ ബക്കറ്റാണ് ഒരുപാട് പള്ളി മദ്രസ ഉണ്ടാക്കിയത്. ഇങ്ങനത്തെ കുറേ ബക്കറ്റുകളാണ്. സാധാരണ ഇങ്ങനത്തെ ബക്കറ്റിൽ വെള്ളം നമ്മൾ ശേഖരിക്കുക. എന്നാൽ വായതിൻ്റെ സ്ഥലത്ത് വന്നാൽ സ്വർണ്ണാഭരണങ്ങളും പണങ്ങളും ഒക്കെ ശേഖരിക്കാറുണ്ട് ഈ ബക്കറ്റിൽ. ഞങ്ങളോട് പറയണം നല്ല സമയമാണ്, നല്ല അവസരമാണ്. ഈ 8 ലക്ഷം രൂപ കടന്നൊക്കെ ഉസ്താദ് എത്ര ലജ്ജയോടെ ഞങ്ങളോട് പറഞ്ഞാൽ പറയാൻ മടിയായിട്ട് പറഞ്ഞാൽ എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞൊരു കാര്യം, ഉസ്താദേ 42,000 സ്ക്വയർ ഫീറ്റിലെ പന്തലൊക്കെ നിർത്തി 8 ലക്ഷം രൂപ മുടക്കി, അത് വെറുതെ ആവാൻ പറ്റൂലല്ലോ എന്നാ എന്നോട് പറഞ്ഞത്. അതൊരു മാന്യതയുടെ വർത്താനാണ്. വെറുതെ ആവാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഒരു മാന്യതയ്ക്ക് പറഞ്ഞ് അന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനസ്സിലാക്കേണ്ടത് അതൊക്കെ കടാണ്, വലിയ വിഷമാണ്. അല്ലാഹുവൊക്കെ ഖൈറാക്കി തരട്ടെ. മാത്രമല്ല ഇതിലൊരു വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയ നടത്തുന്ന പരിപാടി ഒരു കടായി സമാപിച്ചാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതിൽ മുസ്തഫാജ് പറയും ഞാനൊരു 5 ലക്ഷം ഞാൻ തരാം, അല്ല കാതറാജ് 2 ലക്ഷം രൂപ ആണ് തീർക്കാനുള്ളൂ. ഈ മക്കളെ മുത്തഅല്ലിമീങ്ങളായ കുട്ടികൾ വളർത്തിയിട്ട് ഒരു വലിയ ആവേശത്തിലും സന്തോഷത്തിലും അവർക്ക് തന്നെ പഠിക്കാനുള്ള പുസ്തകങ്ങളും മറ്റും ചെലവുകളൊക്കെ വാങ്ങാൻ അത് നിങ്ങളോട് മഹല്ലാരോട് ചോദിക്കേണ്ട വലിയൊരു പള്ളിൻ്റെ പണിയൊക്കെ നടക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു വയല്, അതും കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു പണ്ഡിതൻ്റെ വയലും ആവും. എന്നാൽ അതിലെന്തെങ്കിലും മിച്ചമായാൽ അതവർക്ക് പഠിക്കാനുള്ള പുസ്തകവും ചെലവും കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള അവസരവും ഇതെല്ലാത്തിനും കമ്മിറ്റിക്കാരോട് ഇങ്ങനെ പറയണല്ലോ എന്ന് കരുതിയിട്ടൊരു നല്ല മനസ്സുകൊണ്ട് ചെയ്തൊരു പരിപാടിയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഖലാ ഇങ്ങനെയാ, എന്തെങ്കിലുമൊക്കെ ഖൈറുണ്ടാകും. അള്ളാഹു ഖൈറാക്കി തരട്ടെ. അപ്പം മക്കൾക്ക് അത് കടത്തിൽ സമാപിച്ചു എന്ന് അറിഞ്ഞാലേ എനിക്ക് വലിയ ബേജാറാണ്. ഞാൻ കുട്ടികളോട് ചോദിച്ചു കടാവൂലേന്ന് ചോദിച്ചു. അപ്പം എന്നോട് ഒരു പറഞ്ഞു സാരം ബിസേ, പക്ഷെ ഞങ്ങൾ ഉസ്താദ് എല്ലാത്തിനും മുമ്പിലുണ്ടാവുക സന്തോഷമാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഉസ്താദ് വിളിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടാണ് ബേജാറാണ്ടടാ കടായാലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അതൊരു വാപ്പ ചെയ്യേണ്ട പണി തന്നെയാണ്. പക്ഷെ സംഗതി ഉസ്താദ് ആമുഖ ഭാഷണം നടത്തിയപ്പോൾ നമ്മളോട് പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുക നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യൻ മാന്യനായ മനുഷ്യൻ പറഞ്ഞ വർത്താനത്തിൻ്റെ അങ്ങേയറ്റം. മാന്യത ഇല്ലാത്തവരെ പറയണമെങ്കിൽ ഇങ്ങോട്ട് ഇടുക്കിയെന്നാ പറയും. മനസ്സിലായല്ലോ. അക്കൽ മന്ദറ ഇഷാറ ഫസസ്ത്, ബുദ്ധിമാന് സൂചന മതിയാണ്. ബുദ്ധിമാന് ഈ സ്ഥലത്തിൻ്റെ പേരെന്ത്? കാടൻകോട്. ദീർഘ ആദ്യമാണ് അല്ലേ? കാടൻകോടുകാരൊക്കെ നല്ല ബുദ്ധിയുള്ള മനുഷ്യന്മാരാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇരിക്കണ എല്ലാവരും 1000 രൂപ എടുത്താൽ ഉറപ്പാണ് 8 ലക്ഷത്തിന് മേലുണ്ടാവും. 8 ലക്ഷത്തിൻ്റെ മേലുണ്ടാവും. നിങ്ങൾ ഇരിക്കണ എല്ലാവരും 1000 രൂപ കൊടുത്താൽ 8 ലക്ഷത്തിൻ്റെ മേലുണ്ടാവും. അപ്പം ഞാൻ നിങ്ങളോട് കൊടുക്കണം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കൊടുക്കണ്ടേ? ഇവിടെ ഇന്നല്ലേ വയസ്സ് സമാപിക്കണം. 1000 കൊടുക്കാൻ കഴിയുള്ളൂ. എന്നാൽ പിന്നെ ഞാൻ അവസാനം നിങ്ങളോട് ഒരു 5000 രൂപ 6000 ഈ വയല് പറയുന്ന സമയം അതിന് മുടക്കണ്ട ഇല്ല. പിന്നെ ഞാൻ ഓർമ്മപ്പെടുത്താൻ മക്കളെ പേരിൽ ഒരു കടായിട്ട് ഒരു വിഷമം ഉണ്ടാകുന്നു. ഒരു ദീനിന് വേണ്ടി പഠിക്കുന്ന മക്കളാണ്. അല്ലാഹു ഉയർന്നു പഠിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ എന്ന് ഓർമ്മപ്പെടുത്താണ്. എല്ലാവരൊക്കെ കൊടുക്കി. മാത്രമല്ല ഞങ്ങളെ പോക്കറ്റിൽ അല്ലാഹ് പറഞ്ഞാൽ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൊടുത്താലേ നിങ്ങൾക്ക് നന്മ കിട്ടുള്ളൂ എന്ന്. അപ്പം ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയുണ്ടാകണം. ഞാനത് ഏറെ പറയുന്നില്ല. പള്ളിയുടെ പണിയൊക്കെ നിങ്ങൾ നടത്തുന്നതിൻ്റെ ഭാരം നിങ്ങൾക്കുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും ആ കൂട്ടത്തിൽ ഒരു 1000 1 കിലോ അയക്കോറിൻ്റെ പൈസ ബുദ്ധിമുട്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. പള്ളിയുടെ പണി ഭംഗിയായി പൂർത്തിയാക്കിയിട്ട് നമുക്ക് അടുത്ത കൊല്ലത്തെ റമദാൻ അവിടെ ഇത്തിക്കാഫ് ഇരിക്കാനും അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ആരങ്ങന്റെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയതാണ്. തന്റെ വീട്ടിലേക്ക് ധരിയിൽ നടന്നു പോകുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഭക്ഷണമെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വന്നപാടെ
ഭാര്യ ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ ചിന്താനിമഗ്നനാണ്. ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഭാര്യയും അവരും കിടക്കാനായി അറക്കകത്തേക്ക് കയറുകയാണ്. കിടക്കാൻ അറയിലേക്ക് കയറി രണ്ടുപേരും ഭാര്യയും കടന്നു. മഹാനമരകണത അന്ന് അറയിൽ ഭാര്യയോട് ചർച്ച ചെയ്യുന്നത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലെ കാര്യമാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പറയാണ്, പ്രിയപ്പെട്ടവളെ, ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ പോയി. റസൂലുള്ളാഹിന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് എന്റെ മനസ്സ് വല്ലാതെയായി പോയി. നീ ഭക്ഷണം തന്നിട്ട് പോലും ആ ഭക്ഷണം കഴിക്കാൻ എന്റെ മനസ്സ് സമ്മതിച്ചിട്ടില്ല. പിന്നെ ഞാൻ നിനക്കൊരു ടെൻഷൻ ആകണ്ട എന്ന് കരുതി കഴിച്ചു പോയതാണ്. ഭക്ഷണത്തിന്റെ രുചി തോന്നിയില്ല എനിക്ക് എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. ഭാര്യ ചോദിച്ചു, അതെന്തേ? അപ്പൊ പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബും പൊന്നുമക്കളും വീട്ടിനകത്ത് തനിച്ച. ആരാ പൊന്നുമക്കളെന്നറിയുമോ ഉമ്മമാരെ? മൂത്ത മോളാണ് സൈനബ റളിയല്ലാഹു അൻഹ. സൈനബ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബുൽ ആസ് റസൂലുള്ളാഹിന്റെ കൊടിയ ശത്രുവാണ്. അതുകൊണ്ട് തന്നെ സൈനബ ബീവിയെ വീട്ടിലേക്ക് പറഞ്ഞേക്കാറില്ല. സൈനബ ബീവി റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ കൂടെയാ. രണ്ടാമത്തെ ആൾ ഉമ്മ കുൽഥൂമ റുഖിയ ബീവി റളിയല്ലാഹു അൻഹ. റുഖിയ ബീവി റളിയല്ലാഹു അൻഹ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയാണ്. പിന്നെ ഉള്ളതോ ഉമ്മ കുൽഥൂമാണ്, ഫാത്തിമ ബീവിയാണ്. കൊച്ചുമോൾ ഫാത്തിമ ബീവിയാണ് റളിയല്ലാഹു അൻഹ. ഉമ്മ കുൽഥൂം റളിയല്ലാഹു അൻഹ അബൂ ലഹബിന്റെ മകൻ നിക്കാഹ് ചെയ്ത് ത്വലാഖ് ചൊല്ലിയതാണ്. ഈ രണ്ട് കുഞ്ഞു മക്കളാ വീട്ടിലുള്ളത്. ഈ രണ്ട് മക്കളും അല്ലാഹുവിന്റെ ഹബീബും തനിച്ചുമായി പോയിരിക്കുകയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറയാ, ആ രംഗം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഭാര്യയോട് പറയുന്നു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, പ്രിയപ്പെട്ടവളെ, നീ റസൂലുള്ളാഹിയുമായി കുടുംബം തമുള്ള ആളാണല്ലോ. നീ റസൂലുള്ളാഹിനോട് ചെന്നിട്ട് ഒരു വിവാഹം കഴിക്കാൻ പറയണേ. ഭാര്യ പറഞ്ഞു, ഉസ്മാൻ തങ്ങളോട് നിങ്ങൾ പറയലാണല്ലത് ഞാൻ പറയുന്നതിനേക്കാളും. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സല്ലല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബി ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറഞ്ഞു, അതല്ല പ്രിയപ്പെട്ടവളെ, ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് നീ പറയുക. നീയുമായി റസൂലുള്ളാഹിയുമായി കുടുംബബന്ധമുണ്ടല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും കിടന്നുറങ്ങുന്നു. പക്ഷേ രണ്ടുപേർക്കും ഇതാലോചിച്ചിട്ട് ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടില്ല. രാവിലെ എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റ് പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞു. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം അതാ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. എന്നിട്ട് ഇലാ ബൈതി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലുണ്ട്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ കണ്ടപാടെ അല്ലാഹുവിന്റെ ഹബീബ് സ്വീകരിച്ചു വീട്ടിലേക്ക്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ വീട്ടിനകത്ത് വന്നു. അല്ലാഹുവിന്റെ ഹബീബിനോട് വിശേഷണങ്ങളെല്ലാം ചോദിച്ചു. രണ്ട് കുഞ്ഞു മക്കളാ വീട്ടിനകത്തുള്ളത്. ഉമ്മു കുൽഥൂമ ഫാത്തിമ ബീവിയ. അത് കണ്ടപ്പോ അവരും കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങിങ്ങനെ ഒറ്റപ്പെട്ട് ജീവിച്ചാൽ പോലെ നബിയേ, അങ്ങൊരു വിവാഹം കഴിക്കണം യാ റസൂലല്ലാഹ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ എന്ന് പറയേണ്ട താമസമതാ. അല്ലാഹുവിന്റെ ഹബീബ് കരയുകയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പറഞ്ഞു, പ്രിയപ്പെട്ടവളെ, എനിക്കെന്റെ ഖദീജയെ ഓർക്കുമ്പോൾ മറ്റൊരു വിവാഹം കഴിക്കാൻ തോന്നുന്നില്ല. ചിന്തിക്കുന്നവടെ ആക്ഷേപിച്ചവരോടാണ് ഞാൻ പറയുന്നത്. ആക്ഷേപത്തിന്റെ മുൾമുനകൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ നേരെ പായിച്ചവരോട് പറയാൻ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്താകുന്നത് 65-ാമത്തെ വയസ്സിലാണ്. ഖദീജ ബീവിയുടെ പ്രായം 65 ആ പ്രായത്തിലാണ് ഖദീജ ബീവി ലോകത്തോട് വിട പറയുന്നത്. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രായമോ സല്ലല്ലാഹു അലൈഹി വസല്ലം 50 നല്ല പോലെ ശ്രദ്ധിക്കണേ. കിളവിയായ തന്റെ ഭാര്യ മരിച്ചിട്ട് പിന്നെ മരണശേഷം ഇതാ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ ദുഃഖം അടക്കാൻ കഴിയുന്നില്ല. എന്റെ ഖദീജയെ ഓർക്കുമ്പോ എനിക്ക് മറ്റൊരു വിവാഹം ചെയ്യാൻ തോന്നുന്നില്ല. ചരിത്രത്തിൽ ഈ വാക്കുകൾ ഇടം പിടിച്ചിരിക്കുകയാ. ഈ നബിയെ കുറിച്ചാണോ നിങ്ങൾ എഴുതി വെച്ചത് സ്ത്രീലമ്പടനെന്ന്? ഈ ഹബീബിനെ കുറിച്ചാണോ നിങ്ങൾ പറഞ്ഞത് ലൈംഗിക
ലൈംഗിക വൈകൃതമുള്ള ആളെന്ന ഏത് ചരിത്രമാ സമ്മതിക്കുവേണ്ട പ്രിയമുള്ള സഹോദര? ഏത് യാഥാർത്ഥ്യത്തിനായി ഉൾക്കൊള്ളാൻ കഴിയുക നിങ്ങൾ പറയുന്നത്? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരയുകയാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, ഹബീബായ നബിയേ, അങ്ങും ഈ മക്കളും വീട്ടിന്റെ അകത്ത് ഒറ്റക്കല്ലേ? മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ ഒരാൾ ആവശ്യമല്ലേ? അതുകൊണ്ട് അങ്ങ് വിവാഹം ചെയ്യണം യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, കന്യകയായ സ്ത്രീകളെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? വിവാഹം കഴിച്ചിട്ടില്ലാത്ത കന്യകയായ സ്ത്രീകളെയാണോ അങ്ങ് വിവാഹം ചെയ്യാൻ താല്പര്യമെങ്കിൽ അങ്ങനെ അങ്ങയുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റാവുന്ന ആഗ്രഹമുള്ള എത്രയോ പെൺകുട്ടികൾ മക്കയിലുണ്ട് നബിയേ. അങ്ങയുടെ പ്രിയപ്പെട്ട സുഹൃത്തായ സിദ്ദീഖുൽ അക്ബറിന്റെ മകൾ ആയിഷയില്ലേ നബിയേ, അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ശ്രദ്ധിക്കണേ നിങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പറയാ, ആയിഷ കുഞ്ഞുമോളല്ലേ, ചെറിയ കുട്ടിയല്ലേ? അല്ലാഹുവിന്റെ ഹബീബ് ആ ഭാഗത്തേക്ക് മനസ്സ് കൊടുക്കുക പോലും ചെയ്തില്ല. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞു, അതല്ല, ത്വലാഖ് ചൊല്ലപ്പെട്ട വിവാഹമോചിതരായ പെണ്ണുങ്ങളെയാണോ നിങ്ങൾ കല്യാണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? അങ്ങനെയുള്ള സ്ത്രീകളും മക്കയിലുണ്ട് നബിയേ. അങ്ങയുമായി കുടുംബജീവിതം ആഗ്രഹിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. അതല്ല, ഭർത്താക്കന്മാർ മരിച്ചുപോയ വിധവകളായ സ്ത്രീകളെയാണോ അങ്ങ് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളും മക്കയിലുണ്ട് നബിയേ എന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും പ്രതിവചിച്ചില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, ഒരു സ്ത്രീ ലംബടനായിരുന്നെങ്കിൽ ഒരു പെണ്ണ് മരിച്ചാൽ ഇത്രയും കാത്തു നിൽക്കുമോ? എന്റെ ജീവിതത്തിലുണ്ടൊരു അനുഭവം. ഭാര്യ മരിച്ചുപോയി. ഭാര്യ മരിച്ചപ്പോ വല്ലാതെ പൊട്ടിക്കരഞ്ഞ ആളാണ് അയാൾ. 40 കഴിഞ്ഞ്, ഭാര്യയുടെ 40 കഴിഞ്ഞ് 41ാമത്തെ ദിവസം കല്യാണം ചെയ്തു. ആൾക്കാരൊക്കെ പറഞ്ഞു, ഇയാളാ കരഞ്ഞത് കള്ളമായിരുന്നല്ലേ? ഞാൻ അയാളെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ കല്യാണം കഴിഞ്ഞല്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ, 2 മക്കളുണ്ടല്ലോ, എനിക്ക് മക്കളെ നോക്കാൻ ആരുമില്ല. 40 ദിവസം ഞാൻ പ്രയാസപ്പെട്ടു പോയി. ഞാൻ പറയുന്നത് സാധാരണ ഒരു ചെറുപ്പക്കാരന്റെ മനോഭാവത്തെ കുറിച്ചാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വിവാഹം കഴിപ്പിക്കണമെന്ന് അനുയായികളും കുടുംബക്കാരും തീരുമാനിച്ചിട്ട് പോലും അല്ലാഹുവിന്റെ ഹബീബ് ആ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടില്ല. ഈ നബിയെ കുറിച്ചാണ് ലൈംഗിക വൈകൃതൻ എന്ന് നിങ്ങൾ പറഞ്ഞത്. വൈകൃതമുള്ള ആൾ എന്ന് പറഞ്ഞത് എത്രമാത്രം സത്യത്തോട് നിരക്കാത്തതാണത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി നല്ലപോലെ സ്വലാത്ത് ചൊല്ലുന്ന നമ്മുടെ സദസ്സ് ദുആ സദസ്സാക്കി തരട്ടെ. അല്ലാഹു എല്ലാ വേദനകൾക്കുള്ള പരിഹാരമാക്കി തരണേ അല്ലാഹ്. പടച്ച റബ്ബേ, നിനക്കും നിന്റെ ഹബീബിനും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മഹദിയെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്. അല്ലാഹ്, നിന്റെയും തിരു ഹബീബിന്റെയും പൊരുത്തമുള്ള സദസ്സാക്കി തരണേ അല്ലാഹ്. പുത്രമുള്ള സദസ്സാക്കി തരണേ അല്ലാഹ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ദിവസം ഇങ്ങനെ തള്ളി നീക്കുകയാ. റസൂലുള്ളാഹിന്റെ വീട്ടിനകത്ത് വല്ലാത്ത ദുഃഖം തലം കെട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ഒരു ദിവസം ഉറങ്ങാൻ കിടക്കുന്നത്. ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു സ്വപ്നം കാണുകയാണ് അല്ലാഹുവിന്റെ ഹബീബ്. കാണുന്ന രംഗം എന്താണെന്നറിയോ? സ്വപ്നത്തിലാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നമാണ്. സ്വപ്നത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിന് ഒരു സമ്മാനം നൽകുകയാണ്. പട്ടിൽ പൊതിഞ്ഞിരിക്കുന്ന സമ്മാനമാണ്. പട്ടിൽ പൊതിഞ്ഞ സമ്മാനം റസൂലുള്ളാഹിക്ക് സമർപ്പിക്കുന്നു ജിബ്രീൽ അലൈഹിസ്സലാം. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു പോകുന്നു. റസൂലുള്ളാഹിനോട് പറയുന്നു, ഹബീബായ നബിയേ, ഇത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നങ്ങേക്കുള്ള സമ്മാനമാണ് യാ റസൂലല്ലാഹ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വപ്നത്തിൽ തന്നെ ആ സമ്മാനത്തിന് മുകളിൽ പട്ടിന്റെ തുണി നീക്കി കൊടുക്കുകയാണ്. പട്ടിന്റെ തുണി അല്ലാഹുവിന്റെ ഹബീബ് നീക്കുന്നു. നീക്കിയ പാട കാണുന്നത് ആയിഷ ബീവിയെ ഞാൻ കണ്ടുവന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം വരാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യാൻ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഉറക്കത്തിൽ നിന്ന് ഉണരുകയാണ്. പുണ്യനബി ചിന്തിച്ചു, ആയിഷ കുഞ്ഞുമോളല്ലേ,
ചെറിയ കുട്ടിയല്ലേ ആയിഷ. അല്ലാഹുവിന്റെ ഹബീബ ഭാഗത്ത് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ചിന്ത അല്ലാഹുവിനെ വല്ലാതെ പ്രയാസപ്പെടുത്തി. എന്നിട്ടും അല്ലാഹുവിന്റെ ഹബീബ് ഈ കാര്യം പുറത്തു പറഞ്ഞില്ല. രണ്ടാമതാ ദിവസങ്ങൾ കഴിയുമ്പോ വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് ഇതേപോലൊരു സ്വപ്ന ദർശനം ഉണ്ടാവുകയാണ്. പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നം പോലെയല്ല. പ്രവാചകന്മാരുടെ സ്വപ്നം നബുവത്തിന്റെ ഭാഗമാണല്ലോ. ഖലീലുല്ലാഹി ഇബ്രാഹിം अलैहिस्सलाम आग है औलाद इब्राहिम है नमरूद है कभी पर किसी को किसी का इम्तिहान मकसूद है ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം പൊന്നമോൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അറുക്കാൻ കൊണ്ടുപോയല്ലോ. അതാണല്ലോ ഹജ്ജിന്റെ സ്മരണ. ഹജ്ജിലെ ചരിത്ര സ്മരണ അതാണല്ലോ. ഹജ്ജിന്റെ കർമ്മങ്ങളുടെ പിന്നിലുള്ള രഹസ്യം അതാണല്ലോ. ആ സംഗതി പോലും ഉണ്ടായത് എങ്ങനെയാ? സ്വപ്ന ദർശനത്തിലൂടെയാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ इधर बोला के बेटा आज मैंने ख्वाब देखा है किताबे जिंदगी का एक निराला बाब देखा है ये देखा कि मैं अपने आप तुझको दबह करता हूं. ഞാൻ പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരുടെ സ്വപ്നം സാധാരണ സ്വപ്നം പോലെയില്ല. അത് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ടാമതും അതേപോലെ സ്വപ്നം കാണുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിലായി അല്ലാഹുവിന്റെ നിർദ്ദേശമാണ്. പിന്നെ അമാന്തിച്ചു നിന്നില്ല. അല്ലാഹുവിന്റെ ഹബീബ് തന്നോട് നേരത്തെ ഈ കാര്യം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് കാര്യം വളരെ എളുപ്പമാണെന്ന് റസൂലുള്ളാഹിക്ക് തോന്നി. അല്ലാഹുവിന്റെ നിർദ്ദേശം നടപ്പിൽ വരുത്താൻ തീരുമാനിക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് താൻ കണ്ട സ്വപ്നം പറയുകയാണ്. അവരോട് പറഞ്ഞു, അങ്ങയുടെ താല്പര്യം പോലെയാണ് അല്ലാഹുവിന്റെയും താല്പര്യം എന്ന് എനിക്ക് മനസ്സിലായി. 2 തവണയായി ഞാൻ ആയിഷ ബീവി അല്ലാഹു എനിക്ക് സ്വപ്നം കാണിച്ചു തരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് എന്നോട് പറഞ്ഞത് ഇത് അല്ലാഹു നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമാണെന്നാണ്. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ആയിഷയെ ഞാൻ കല്യാണം കഴിക്കണമെന്നാണ് അല്ലാഹുവിന്റെ താല്പര്യം. അതുകൊണ്ട് നിങ്ങളൊന്ന് പോകുമോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ആരാണിത് പറയാ? എനിക്ക് പറയാ എന്റെ ലജ്ജ അനുവദിക്കുന്നില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നിങ്ങൾ ആലോചിക്കണം, പൊന്നുനബി എന്തു പറഞ്ഞാലും അക്ഷരം പ്രതി സ്വീകരിക്കുന്ന ആളാണല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് അല്ലാഹുവിന്റെ ഭാഗത്തുള്ള എങ്ങനെയുള്ള നിർദ്ദേശമുണ്ടെന്ന് പറഞ്ഞാൽ സിദ്ദീഖ് അത് തട്ടിക്കളയില്ല റളിയല്ലാഹു അൻഹു. പക്ഷേ എല്ലാ കാര്യവും പരസ്പരം പങ്കുവെക്കുന്ന സിദ്ദീഖിനോട് ഈ കാര്യം പറയാനൊരു മടി. പിന്നെ എങ്ങനെയാ ലജ്ജ എന്താണെന്ന് പഠിക്കണം. മുഅ്മിനേ അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. പിന്നെ എങ്ങനെയാണ് നീ സ്കൂൾ വിട്ട് വരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കോളേജ് വിട്ട് തരുന്ന സ്ഥലത്ത് നീ ബൈക്കുമായിരുന്നു നല്ല ചുങ്കുള്ള പെൺകുട്ടികളെ ഏതാണെന്ന് നോക്കിയിട്ട് ആ കുട്ടി കയറുന്ന ബസ്സിന്റെ പിന്നാലെ നിന്റെ ബൈക്ക് ഓടിച്ചിട്ട് ആ പെൺകുട്ടി ഇറങ്ങുന്ന ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നിന്ന് ഈ കുട്ടി ഏത് വീട്ടിലേക്ക് നടന്നു പോകുന്നു എന്ന് നോക്കിയിട്ട് ആ വീട്ടിൽ പോയിട്ട് ആ വീട്ടിലെ പിതാവിനോട് നിങ്ങളുടെ മോളെ ഞാൻ വരുമ്പോ കണ്ടു, നിങ്ങൾ എനിക്ക് വിവാഹം ചെയ്തു തരുമോ എന്ന് നേരിട്ട് നീ എങ്ങനെ ചോദിക്കും? എന്റെ പ്രിയമുള്ളവരെ, നിന്റെ ലജ്ജ നിന്നെ അനുവദിക്കുന്നില്ലേ? എങ്ങനെയാടാ നീ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് നിന്നെ ഞാൻ എന്റെ ഭാര്യയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് എങ്ങനെ നീ പറയുമടാ? ലജ്ജ നിന്നെ അനുവദിക്കുന്നില്ലടാ. അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയോട് പറയാ, നിങ്ങൾ ചെന്നിട്ടൊന്ന് പറയൂ എന്റെ സിദ്ദീഖിനോട്, എന്റെ റബ്ബിന്റെ കൽപ്പന നടപ്പിലാക്കാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സന്തോഷത്തോടെ ചെല്ലുകയാണ് സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിലേക്ക് റളിയല്ലാഹു അൻഹു. കയറി ചെല്ലുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലില്ല. ഉമ്മു റുമാനാ വീട്ടിലുള്ളത്. ഉമ്മു റുമാനോട് കാര്യം പറയുന്നു. കാര്യം പറഞ്ഞപ്പോ ഉമ്മു റുമാൻ തന്നില്ലാത്ത സന്തോഷം. പക്ഷേ ഉമ്മു റുമാൻ പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഇവിടെ ഇല്ലല്ലോ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരട്ടെ, വന്നതിന് ശേഷം ഞാൻ കാര്യം പറയാം. പെങ്ങളെ, മാന്യത നോക്കണേ. നിങ്ങൾ വിവാഹത്തിന്റെ കാര്യം സംസാരിക്കുന്നതിന്റെ മാന്യത നോക്കണേ. ഭർത്താവ് ഇവിടെ ഇല്ല, ഭർത്താവ് വന്നിട്ട് ഞാൻ അവരോട് പറയാ. അങ്ങനെ യഥാർത്ഥമാനപരമതോന്നതിന്റെ ഭാര്യ തിരിച്ചു പോരുകയാണ്. അല്പസമയം കഴിഞ്ഞു
മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നപാട് സന്തോഷം കൊണ്ട് ഉമ്മു റുമാൻ റളിയല്ലാഹു അൻഹ ഈ കാര്യം പറഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട ആയിഷ മോൾക്ക് അന്വേഷണം വന്നിട്ടുണ്ട്. അന്വേഷകൻ ആരുമല്ല, അല്ലാഹുവിന്റെ ഹബീബാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും വല്ലാത്ത സന്തോഷമായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പക്ഷേ പറഞ്ഞു, പക്ഷേ ആയിഷ ബീവിയെ നേരത്തെ ഒരാൾ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടല്ലോ, നേരത്തെ ഇന്നാലിനൊരു കുടുംബത്തിലേക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ അവരോടൊന്ന് അന്വേഷിച്ചു വരട്ടെ. ഉടനെ തന്നെ ഇറങ്ങി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ കുടുംബത്തിൽ പോയി അന്വേഷിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത അനുയായി ആയതുകൊണ്ട് അവർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വെറുത്തിട്ടുണ്ടായിരുന്നു. ആയിഷ ബീവി ആ കുടുംബത്തിലേക്ക് വേണ്ട എന്നവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സന്തോഷം പറയണോ, മഹാനവർകളതാ തിരിച്ചു വരികയാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവരം അറിയിക്കുകയാണ്. ഞാൻ അങ്ങേക്ക് വിവാഹം ചെയ്തു തരാൻ തയ്യാറാണ്. അന്ന് ആയിഷ ബീവിയുടെ പ്രായം എത്രയാണെന്നറിയോ? ആയിഷ ബീവിയുടെ പ്രായം 6 കഴിഞ്ഞ് 7ലേക്ക് കടക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിന്തിക്കണം ഉമ്മമാരെ, 6 കഴിഞ്ഞ് 7ലേക്ക് കടക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. നിക്കാഹ് നടക്കാൻ പോകുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റി ഒരുങ്ങി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. അങ്ങനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വെച്ചാണ് നിക്കാഹ് നടക്കുന്നത്. നമ്മളൊക്കെ പറയില്ലേ സാധാരണ അല്ലേ, നിക്കാഹിന്റെ അധികാരം ഏത് മഹലിനാ? ഭർത്താവിന്റെ മഹലിനോ ഭാര്യന്റെ മഹലിനോ? ഇവിടൊക്കെ ഏതാ? പെണ്ണിന്റെ മഹലിലെ ഖതീബ ചെല്ലേണ്ടത്. പെണ്ണിന്റെ വീട്ടിൽ വെച്ചാൽ ഒരു ഗുണമുണ്ട്, അതിനോട് എനിക്ക് വല്ല ഉപദേശം ഉണ്ടെങ്കിൽ കൂടി കേൾക്കാം. ചില ആൾക്കാരൊക്കെ വാശി പിടിക്കും, എന്താ ഈ ഭർത്താവിന്റെ കുടുംബം നമ്മളല്ലേ, അപ്പൊ നമ്മൾ തന്നെയാണ് മേൽക്കോയ്മ എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക, ഇവിടെ ചെന്ന് നടത്തണം. എന്തൊരർത്ഥം? തായും മേലും പറഞ്ഞതിൽ എന്താ അർത്ഥം? സഹകരണത്തിലും വിട്ടുവീഴ്ചയിലും അള്ളാന്റെ തൃപ്തി എന്ന് മനസ്സിലാക്കണം. എന്ത് ഉമ്മത്തിനോട് ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ ആദ്യം എന്നോട് ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. നിക്കാഹ് നടക്കുകയാണ്. കൊച്ചുമോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉമ്മു റുമാന വീട്ടിനകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. റസൂലുള്ളാഹി നിക്കാഹ് ചെയ്യാൻ വരുമ്പോൾ ആയിഷ ബീവി വീടിന്റെ വെളിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉമ്മു റുമാന വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോയത് ആയിഷ മോളെ കുളിപ്പിക്കുകയാണ്, മുടിയെല്ലാം ചെയ്തു കൊടുക്കുകയാണ്, പുതിയ വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ചു കൊടുക്കുകയാണ്. മോളോട് പറയാമോളെ, അല്ലാഹുവിന്റെ ഹബീബ് നിക്കാഹ് ചെയ്യാൻ പോവാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ അറിയിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങളും ചോദിക്കും, ഉസ്താദേ ഇതെന്ത് ഏർപ്പാടാ? 7ാമത്തെ വയസ്സിൽ നിക്കാഹോ? 7ാമത്തെ വയസ്സിൽ നിക്കാഹോ? ഇസ്ലാം എല്ലാം പറഞ്ഞത് ശരി തന്നെയല്ലേ? പക്ഷെ ആ പറഞ്ഞതിൽ നിന്ന് കാലികമായി ചിന്തിക്കണ്ടേ? ഈ പ്രശ്നം വന്നപ്പോ ചില ആളുകൾ മിണ്ടാതിരുന്നല്ലോ. മുസ്ലിം നേതൃത്വത്തിലുള്ള ചില ആളുകൾ മിണ്ടിയില്ല. ചില ആളുകൾ ഇതിനു മുമ്പ് ഈ പ്രശ്നം ഉണ്ടായിരുന്നു, സൈസ വിവാഹം എന്ന് പറഞ്ഞ കോലാഹലം ഉണ്ടാക്കിയപ്പോ ഇസ്ലാമിന് നേരെ ഒളിയമ്പുകൾ ഉതിർക്കുകയായിരുന്നു ശത്രുക്കളുടെ ലക്ഷ്യം. ചില ആളുകൾ മിണ്ടിയില്ല. അവർ മിണ്ടാതിരുന്നത് തങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടാണെങ്കിൽ ആ ഭയപ്പെട്ടതൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പടച്ചറബ് ഉമ്മത്തിന് ബോധം കൊടുക്കട്ടെ. റഹ്മാനായ അല്ലാഹുവേ, നീ ഉമ്മത്തിന് ബോധം നൽകണേ അല്ലാഹ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ഒരു മോതിരം കിട്ടിയിട്ടുണ്ട്. അത് കുട്ടികളെ എഴുതി കൊടുക്കുന്ന എന്താ പറയുക, അങ്ങനെ ആരെങ്കിലും ഒക്കെ തരാണ്ടെങ്കിൽ ഉസ്താദ് നേരത്തെ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും ഒക്കെ കൂടി തന്നാൽ കടം കൊടുന്ന് എഴുതിയിട്ടാണ്. ഒക്കെ ഞാൻ അവസാനം പറയും, വിഷയം അവസാനം പറഞ്ഞു തീർക്കും. ഇൻഷാ അല്ലാഹ് പറയും. കുഞ്ഞുമക്കൾക്ക് കടയില്ലാതെ ഇത് പറ്റി അവസാനിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഓലിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറിലൊക്കെ കുറച്ച് ആവശ്യമുണ്ട്. നമുക്ക് എന്തെങ്കിലും ബാക്കിയായി കിട്ടിയാൽ പക്ഷെ അതൊക്കെ ബാക്കിയാവുമായിരിക്കും. ഇത് കാടങ്കോട് എന്ന് പറയുന്ന നാടാണല്ലോ, ദീനിനോട് സ്നേഹമുള്ള നാടാണ്. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ, എല്ലാം വിജയിപ്പിച്ചതിന്മാരാകട്ടെ. മഹാനായ തങ്ങളവர்கள் വന്നുകൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് പയ്യന്നൂരിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സദസ്സിൽ മജ്‌ലിസ് നൂർ നടക്കാനുമുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് ചെയ്തത് 7ാമത്തെ വയസ്സിലാണ്. 6 വയസ്സ് കഴിഞ്ഞ് 7 വയസ്സിലേക്ക് കടന്നപ്പെടാം. അങ്ങനല്ലേ ആണ് റസൂലുള്ളാഹി നിക്കാഹ് ചെയ്തത് 7ാമത്തെ വയസ്സിൽ ആയിഷ ബീവിയുടെ ആണ്. അന്ന് റസൂലുള്ളാഹിക്ക് വയസ്സത്രേ? റസൂലുള്ളാഹിന്റെ പ്രായം അന്ന് 53 ആണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രായം അന്ന് 53 ആണ്. അബൂസാദേ
അന്ന് ആയിഷ ബീവി കാലിലെ ചോപ്പ് മാറാത്ത കുട്ടി എന്ന് പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്. ഇസ്ലാം എന്ന് പറയുന്ന നിക്കാഹ്, ഇസ്ലാം പഠിപ്പിച്ച നിക്കാഹ് എന്താ? അത് നമ്മൾ പഠിക്കാതെ പോയത പ്രശ്നം. മുസ്ലിം ഉമ്മത്ത് ഇസ്ലാം പഠിപ്പിച്ച നിക്കാഹ് എന്താണ് എന്ന് പഠിക്കാതെ പോയി. എന്താ ഇസ്ലാം പഠിപ്പിച്ച നിക്കാഹ്? ഇസ്ലാം നിക്കാഹ് ഈസ് ഈക്വൽ ടു സെക്സ് എന്നല്ല ഇസ്ലാം കാണുന്നത്. വിവാഹം എന്ന് പറഞ്ഞാൽ ലൈംഗികതയുടെ അടിത്തറയായിട്ടല്ല ഇസ്ലാം വിവാഹത്തെ കാണുന്നത്, നിക്കാഹിനെ കാണുന്നത്. നിക്കാഹിന്റെ ഒന്നാമത്തെ ലക്ഷ്യം ലൈംഗികത എന്നല്ല ഇസ്ലാം പഠിപ്പിച്ചത്, അതാധുനിക ലോകം പഠിപ്പിച്ചതാണ്. പിന്നെ നിക്കാഹ് വേണമെന്നില്ല, രണ്ടാളും സമ്മതിച്ചാൽ മതി, അത് ആധുനിക ലോകം പഠിപ്പിച്ചതാ. ഇസ്ലാം പഠിപ്പിച്ചത് നിക്കാഹ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്നാണ്. നിക്കാഹ് ഈസ് ഈക്വൽ ടു സംരക്ഷണം എന്നാണ്. അതല്ലേ നിക്കാഹ് നടക്കുന്ന വേദി നിങ്ങൾ പോയിരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കാറില്ലേ? ഖാദിമാർ ചൊല്ലിക്കൊടുക്കുന്നത് ഭാര്യയാകുന്ന പെണ്ണിന്റെ വാപ്പാക്ക് ചൊല്ലിക്കൊടുക്കുമെന്താ? ഉസബ്ബിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇൻസാകിൻ ബിമാറാ ഔ തസ്രീഹിം ബിഇഹ്സാൻ. ഉസബ്ബിജുക അലാ മാ അമറല്ലാഹു ബി, അല്ലാഹു കൽപ്പിച്ച പ്രകാരം ഞാൻ നിങ്ങൾക്ക് എന്റെ മോളെ കല്യാണം ചെയ്തു തരാം. എന്താ എന്തിനാ കല്യാണം ചെയ്തു തരുന്നത്? മിൻ ഇംസാകിൻ ബിമാറാ, എന്റെ കുഞ്ഞിനെ നല്ല രീതിയിൽ നിങ്ങൾ സംരക്ഷിക്കണമെന്ന കരാറിൽ, എന്റെ പൊന്നുമോളെ നല്ല രീതിയിൽ നിങ്ങൾ സംരക്ഷിക്കണം എന്ന കരാറിൽ എന്റെ പൊന്നുമോളെ ഞാൻ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരാം. അതിന് കഴിയില്ലേ? നല്ല രീതിയിൽ ഒഴിവാക്കി തരണേ. അപ്പൊ ഇസ്ലാം കാണുന്ന നിക്കാഹിന്റെ ലക്ഷ്യം എന്താണ്? സംരക്ഷണമാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആരെന്ത് പറഞ്ഞാലും ഒരു പെണ്ണിന് സംരക്ഷണം ആവശ്യമാണ്. ഒരു പെണ്ണിന് സംരക്ഷണം ആവശ്യമാണ് എന്ന് ജിഷാവധം പോലും പറഞ്ഞു തന്നില്ലേ? ജിഷാവധം പോലും ചുരുളഴിയാൻ പോവുകയാണ്. ചുരുളഴിഞ്ഞാൽ മനസ്സിലാകും ഒരു പക്ഷേ എന്താണ് ഇതിന്റെ പിന്നിലെ കാര്യങ്ങളെന്ന് തിരിച്ചറിയപ്പെടാൻ സാധ്യതയുണ്ട്. കാമുകന്മാരാണോ തിരിച്ചറിയപ്പെടാൻ സാധ്യതയുണ്ട്. പെങ്ങളെ കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകരുത് നീ എന്ന് ഇസ്ലാം പറഞ്ഞത്. നിന്റെ വാപ്പ അറിയണമടി, നിന്റെ ഉമ്മ അറിയണമടി, നിന്റെ കുടുംബക്കാർ അറിയണമടി, രജിസ്ട്രാർ അറിഞ്ഞാൽ പോരാ, അവരുടെ നേതൃത്വത്തിലാകണമടി എന്ന് പറഞ്ഞത് നിനക്ക് അപകടം സംഭവിക്കരുത് എന്ന് കരുതിയിട്ടാണ്. പെങ്ങളെ, മുസ്ലിമായ എന്റെ പെങ്ങളെ, നിനക്ക് യോജിച്ചതല്ലത്. ഇറങ്ങിപ്പോക്ക് നിനക്ക് യോജിച്ചതല്ല, ഒളിച്ചോട്ടം നിനക്ക് യോജിച്ചതല്ല, കണ്ടവന്റെ പിന്നാലെ പോവുക എന്ന് നിനക്ക് യോജിച്ചതല്ല. അർഹമുർ റഹീമീനായ അല്ലാഹു നമ്മുടെ സംരക്ഷണം ലക്ഷ്യം വെച്ച അല്ലാഹു നമ്മുടെ സംരക്ഷണത്തിന് വഴിയൊരുക്കിയതാണെന്ന് മനസ്സിലാക്കാറുള്ള തന്റെ ഉണ്ടാകണം ഇസ്ലാമിലെ എന്റെ പെങ്ങളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തി ഉമ്മത്തിന് ഇസ്സത്ത് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിക്കാഹ് ഒരു പെണ്ണിന് സംരക്ഷണ ആവശ്യമാണ്. ഏത് സമയത്തും സംരക്ഷണ ആവശ്യമാണ്. കുട്ടിയായിരിക്കുമ്പോൾ വാപ്പയാണ്, ഭാര്യയായിരിക്കുമ്പോൾ ഭർത്താവാണ്, മാതാവായിരിക്കുമ്പോൾ മക്കളാണ്, ആൺമക്കളാണ്. അത് പെണ്ണിന്റെ സംരക്ഷണം, പെണ്ണിനെപ്പോഴും സംരക്ഷണം ആവശ്യമാണ്. ആ സംരക്ഷണം ഒരാൾ പിതാവിന്റെ മേൽ, ചെറുപ്പത്തിൽ പിതാവിനാണല്ലോ സംരക്ഷണ ചുമതല, പിതാവിന്റെ മേൽ ബാധ്യതയായ സംരക്ഷണ ചുമതല ഏത് സമയത്ത് വേണമെങ്കിലും വാപ്പാക്ക് വേറെ ഒരാളെ ഏൽപ്പിക്കാം. അതുകൊണ്ടല്ലേ നിങ്ങൾ ആലോചിക്കണേ, ഒരാള് കല്യാണം ചെയ്യുമ്പോ ഈ കല്യാണം ചെയ്യുന്ന പുതിയാപ്പിള സ്വന്തം അയാളാണ് ഏറ്റെടുക്കുന്നത്, അയാളെ വാപ്പയല്ല. എന്നാൽ ഈ പെണ്ണ് സ്വയം ഏൽപ്പിച്ചു കൊടുക്കല്ല, പെണ്ണിന്റെ പിതാവ് ഏൽപ്പിച്ചു കൊടുക്കുക. എന്താ ഏൽപ്പിച്ചു കൊടുക്കുന്നത്? പിതാവിന്റെ മേൽ ബാധ്യതയായ സംരക്ഷണം ഭർത്താവിനെ ഏൽപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഇസ്ലാം പഠിപ്പിക്കുന്ന നിക്കാഹിന്റെ ലക്ഷ്യം സംരക്ഷണമാണ് എങ്കിൽ ഏത് പ്രായത്തിലും ആ നിക്കാഹ് ചെയ്യിപ്പിച്ചു കൊടുക്കാലോ. എന്താ ഇതിന്റെ തടസ്സം? എന്തിനാ ഇസ്ലാമിന് നേരെ ചേക്കേറുന്നത്? ഇസ്ലാം എന്തിനാണത് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം. പിന്നെ ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്, ചെറുപ്പത്തിൽ വേണോ ഒരു വാപ്പാക്ക് തന്റെ മോള് 2 വയസ്സായിട്ടുള്ള ആ മോളെ സംരക്ഷണം വേറെ ആളെ ഏൽപ്പിക്കണം തോന്നാ, അപ്പൊ ഏൽപ്പിക്കാം. ഇസ്ലാം സ്വാതന്ത്ര്യം തന്നാ. നിക്കാഹ് ചെയ്തെന്നുള്ളതൊരു കൂടെ ജീവിക്കാൻ വിട്ടുകൊടുക്കാൻ ഇസ്ലാം സമ്മതിച്ചിട്ടില്ല. എപ്പോഴാണ് കൂടെ വിട്ടുകൊടുക്കേണ്ടത് എന്ന് ഏതു പ്രായത്തിലും നിക്കാഹ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാത്തിനും കണക്ക് പറഞ്ഞ മതാണ് ഇസ്ലാം. നിങ്ങൾ എത്ര കാലത്തെ സുബൈസ്കരിച്ച കാടും കൂട്ടുകാർ എത്ര കാലത്ത ഈ നാട്ടിൽ സുബൈ? ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ യുക്തിക്ക് യോജിച്ച പറയെങ്കിലും പറയേണ്ടത് നീ ഒരു 8 റക്അത്ത് രാവിലെ നിസ്കരിച്ചോ, ഉച്ചക്ക് പണിയുടെ സമയമല്ലേ ചേകനൊക്കെ പറഞ്ഞായിരുന്നു, അപ്പൊ ചെയ്ത് തൽക്കാലം 100 റക്അത്ത് നിസ്കരിച്ചാൽ മതി എന്നൊക്കെ പറയണ്ടേ.
എല്ലാം ബുദ്ധി, എല്ലാം യുക്തിഭദ്രമല്ല ഇസ്ലാമിലെ കാര്യം. എല്ലാത്തിനും പിന്നിലും യുക്തി ഉണ്ടാവും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി എല്ലാത്തിനും കണക്ക് പറഞ്ഞ മതമാണ് വിശുദ്ധ ഇസ്ലാം. സുബഹി 2, ളുഹർ 4, അസർ 4, മഗ്രിബ് 3, ഇശാ 4. സകാത്ത് കൊടുക്കേണ്ട കണക്ക് പറഞ്ഞു 2.5%. തവാഫ് ചെയ്യേണ്ട എണ്ണം പറഞ്ഞു 7 തവണ കഅബ ചുറ്റണം. കണക്ക് പറഞ്ഞ മതം. ഇവിടെ മാത്രം കണക്ക് പറയാൻ മറന്നുപോയിന്നോ? സമയം പറയാൻ മറന്നുപോയിന്നോ? അല്ലേ? നോമ്പ് മുറിക്കേണ്ടത് എപ്പോഴാ? 6:53 മഗ്രിബ് വാങ്ങി കൊടുക്കുമ്പോ ഉസ്താദേ 6:52 നോമ്പ് പോയി. സമയം പറഞ്ഞ മതമായി ഇസ്ലാം. കണക്ക് പറഞ്ഞ മതമാണ് അല്ലാഹുവിന്റെ ദീൻ. പിന്നെ നിക്കാഹിൽ മാത്രം കണക്ക് പറയാൻ മറന്നുപോയെന്നോ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി കണക്ക് പറയാൻ മറന്നുപോയതല്ല. പിന്നെ ഏത് പ്രായത്തിൽ വേണമെങ്കിലും തന്റെ മകളുടെ സംരക്ഷണം വേറൊരാളെ ഏൽപ്പിക്കാം. അതെപ്പോഴാ തിരിയറികളെ? അതെപ്പോഴാ തിരിയാതെ ചോദിച്ചാൽ, ഒരാൾ മാരക രോഗം പിടിവെച്ച് കിടക്കുകയാണ്, ക്യാൻസർ രോഗം പിടിപെട്ട് കിടക്കുകയാണ്. മംഗലാപുരത്ത് കൊണ്ടുപോയി ഡോക്ടർമാരെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു മാക്സിമം പോയാൽ 3 മാസമേ ഇയാൾ ജീവിക്കാൻ സാധ്യതയുള്ളൂ. 3 പെൺമക്കളുടെ പിതാവാണ്. 3 പെൺമക്കൾ മാത്രമേ ഉള്ളൂ. 3 പെൺമക്കളുടെ വാപ്പയാണ്. ഇയാൾ മരിക്കാൻ കിടക്കുകയാണ്. ഇയാൾ ഉറപ്പാ, ഞാൻ അല്പം കഴിഞ്ഞാൽ മരിക്കുമെന്നുറപ്പാണ്. ഞാൻ ചോദിക്കട്ടെ, ഇയാളുടെ ഏറ്റവും വലിയ വേദന എന്താകുന്നറിയോ? ഇയാളുടെ മുമ്പിലുള്ള 6ഉം 8ഉം 10ഉം വയസ്സുള്ള 3 പെൺമക്കളുണ്ട് എങ്കിൽ ആ 3 പെൺമക്കളായിരിക്കും ഇയാളുടെ ഏറ്റവും വലിയ വേദന. ഇയാളെങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ, ഞാൻ മരിച്ചാലും കുഴപ്പമില്ല, എന്റെ കുട്ടികൾ എന്താവും റബ്ബേ എന്നായിരിക്കും അയാളുടെ ചിന്ത. നിങ്ങൾ ആലോചിക്കണേ, ഇസ്ലാം ഇയാളെ ആശ്വസിപ്പിക്കുകയാണ്. ഇയാളോട് പറയാണ്, നീ ബേജാറാവണ്ട, നിന്റെ ഈ 3 പെൺമക്കളെയും നീ ഉദ്ദേശിക്കുന്നവരെ സംരക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കൈകളിൽ നിനക്ക് ഏൽപ്പിക്കാവുന്നതാ. പക്ഷേ വീട്ടിൽ കൂടാൻ വിട്ടുകൊടുക്കാനായിട്ടില്ല. വീട്ടിൽ കൂടാൻ വിട്ടുകൊടുക്കേണ്ടത് എപ്പോഴാണ്? വീട്ടിൽ കൂടാനുള്ള ശാരീരികമായ പക്വത എത്തുമ്പോഴേ കുട്ടികളെ വീട്ടിൽ കൂടാൻ വിട്ടുകൊടുക്കാവോ. സംരക്ഷണം ഏത് സമയത്തും ഏൽപ്പിക്കാവുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളിൽ തന്നെ ചില ആളുകൾ ഇതിനെതിരെ ഉറഞ്ഞു തുള്ളിയത്, നമ്മളിൽ എന്ന് പറയുന്നത് നമ്മളെ ഉദ്ദേശിച്ചല്ല, സമുദായത്തിൽ നാമധാരികളായ ചില ആളുകളെങ്കിലും ഇതിനെതിരെ ഉറഞ്ഞു തുള്ളിയത് കാര്യത്തിന്റെ കിടപ്പ് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ആ ചോദ്യം? സാറേ, അങ്ങനെയിട്ട് ലോകത്ത് വാപ്പമാര് മരിച്ചു പോയിട്ട് എത്ര യതീമായ കുട്ടികളെ കല്യാണം നടക്കണ്ട് അല്ലേ? ഇവിടെ തന്നെ ഇതിന്റെ പരിസരത്ത് കുറെ ട്രസ്റ്റുകളല്ലേ, കുറെ ട്രസ്റ്റുകൾ, മഹല്ല് ജമാഅത്തുകൾ, അതിന്റെയൊക്കെ കീഴിൽ എത്ര യതീമായ കുട്ടികളെ കല്യാണം കഴിയുന്നു സാറേ? അതൊക്കെ അങ്ങനെ കഴിയില്ല. പിന്നെന്തിനാണ് ഇങ്ങനെ നിയമം എന്ന് ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ശരിയാണ് ഇതേ ചോദ്യം മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അടുത്ത് അയാളുടെ മകന്റെ കല്യാണം നടക്കാൻ പോവാണ്. ഈ ചോദിച്ച ആളുടെ കല്യാണം നടക്കാൻ പോവാൻ. കോഴിക്കോട് ജില്ലക്കാരനാണ്, പെരിങ്ങത്തൂരുകാരനാണ്. ജൂലൈ 24 അയാളുടെ മകളുടെ കല്യാണം നടക്കാൻ പോവാൻ. ആ കല്യാണത്തിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, ഞാൻ മസ്കത്തിൽ പോയ സമയം നോമ്പിന്റെ മുമ്പ് ഞാൻ അയാളുടെ കൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദേ, കഴിഞ്ഞ കൊല്ലം ഞങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞിരുന്നല്ലോ, മോക്കൊരു പുതിയാപ്പള്ളിനെ കിട്ടാൻ. നല്ലൊരു പുതിയാപ്പള്ളിനെ ശരിയായിട്ടുണ്ട്, കല്യാണുണ്ട്, നിക്കാഹിന് നിങ്ങൾ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ക്ഷണിച്ചിരുന്നു. ഈ നോമ്പിൽ എന്റെ അടുത്ത് വന്നു. 2 ദിവസം മുമ്പ് നേരിട്ട് ക്ഷണിക്കാനായി എന്നെ ക്ഷണിച്ചു. അന്ന് അയാൾ മസ്കത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു, സാറേ, ഞാൻ ഇതേപോലെ നിങ്ങളോട് ദ്വാരക്കണേ എന്ന് പറഞ്ഞ പോലെ പല ആളുകളോടും ഞാൻ ദുആ ചെയ്യിപ്പിച്ചു. ഞാൻ ഇതേപോലെ പാണക്കാട് പോയി. മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമാണ്. മഹാനുഭാവന്റെ ഖബറിടം വെളിച്ചമാക്കി കൊടുക്കട്ടെ, സ്വർഗമാക്കണേ അല്ലാഹ്. ഉമ്മത്തിന് വേണ്ടി ഓടി ഓടി നടുവൊടിഞ്ഞു പോയ മഹാനാ റബ്ബേ, ഇവർക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം കൊടുക്കണേ അല്ലാഹ്. സമുദായം എന്നല്ലാതെ മറ്റൊന്നും ആ മഹാൻ ചിന്തിച്ചിട്ടില്ല. ഇയാൾ എന്നോട് പറയാൻ, ഞാൻ ഒരിക്കൽ പാണക്കാട് പോയി, തങ്ങൾ എന്ന വീട്ടിലുണ്ട്. തങ്ങളോട് ഞാൻ പറഞ്ഞു, ഇതേപോലെ തങ്ങളെ, എനിക്ക് 2 ആൺമക്കൾ, ഒരു മോളുള്ളത്, ആ മോക്കളെ കിട്ടാൻ ഞാൻ പറഞ്ഞു. തങ്ങളെന്തോ മോൾ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഡിഗ്രിക്ക് പഠിക്കുകയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല, മോള് സ്കൂളിൽ ജർക്കിംഗ് ഉണ്ടാവും. ആ സമയത്തൊക്കെ തങ്ങൾ പറയും, ആ വണ്ടി നമ്മളെ കട്ടറോട്ട് കയറിയിട്ടുണ്ട്, KSRTC അങ്ങനൊക്കെ ചില സമയം വളരെ അടുത്ത ആളുകളോട് തമാശ പറയാറുണ്ട്. ഇയാള് പറയാൻ, ഞാൻ തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങൾ എന്നോട് ചോദിച്ചു, ചെറിയ കുട്ടിയാ, എന്നാടാ ഇപ്പൊ തന്നെ ദ്വാരക്കാൻ പറഞ്ഞത്? ചിരിച്ചുകൊണ്ട് ചോദിച്ചത്രേ. അപ്പൊ ഇയാള് പറഞ്ഞു, തങ്ങളെ, എനിക്കൊരു മോളാ ഉള്ളത്, ആ മോളുടെ വിവാഹം എന്റെ കൈ കൊണ്ട് എന്നെ കഴിയണം, എനിക്കത് കാണണം, അതിന് ദീർഘായുസ്സുണ്ടാവാൻ ദുആ ചെയ്യണം. അപ്പൊ തങ്ങൾ എന്നോട് ചോദിച്ചു, ഇയാൾ പറയാം,
തങ്ങൾ എന്നോട് ചോദിച്ചതല്ല, നീ ഇപ്പോഴും മരിച്ചുപോയി നിൽക്കാം, എന്നാലും എന്റെ മോളെ കല്യാണം കഴിയില്ലേ? തങ്ങൾ എന്നോട് ചോദിച്ചു. ഇയാൾ പറയണപ്പ ഞാൻ തങ്ങളോട് പറഞ്ഞു, ഏതൊരു പിതാവിന്റെയും ഹൃദയം തട്ടി നിൽക്കുന്ന ചിന്തകളാണിത്. ഇയാൾ പറയാൻ ഞാൻ തങ്ങളോട് പറഞ്ഞു, തങ്ങളെ ശരിയാ നിങ്ങൾ പറഞ്ഞത്, ഞാൻ മരിച്ചുപോയാലും എന്റെ മോളുടെ കല്യാണം കഴിയും. ഒരുപക്ഷെ എന്റെ ഭാര്യയുടെ ആങ്ങളമാർ, എന്റെ മോളുടെ അമ്മാവന്മാർ അവളെ കല്യാണം കഴിപ്പിക്കും, അല്ലെങ്കിൽ എന്റെ ചേട്ടാനുജന്മാർ കല്യാണം കഴിപ്പിക്കും, അതാണെങ്കിലും നാട്ടുകാരും കല്യാണം കഴിപ്പിക്കും. ശരിയാണ് തങ്ങൾ പറഞ്ഞത് ഞാൻ 100% സമ്മതിച്ചു. ഞാൻ മരിച്ചുപോയാലും എന്റെ മോളെ കല്യാണം കഴിയും. പക്ഷേ ഞാൻ തെരഞ്ഞെടുക്കുന്ന ഒരു പുതിയാപ്പിളയെ പോലെയാവില്ല അവർ തെരഞ്ഞെടുക്കുന്ന പുതിയാപ്പിള. അപ്പൊ തങ്ങൾ ചോദിച്ചതെന്താ? ഇയാൾ പറഞ്ഞു, തങ്ങളെ ഞാൻ മരിച്ചിട്ട് എന്റെ കുടുംബമാണ് എന്റെ പൊന്നുമോളെ കല്യാണം കഴിപ്പിക്കുന്നതെങ്കിൽ അവള് പുതിയാപ്പിളെ തെരഞ്ഞെടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കുക എന്താ, എങ്ങനെയെങ്കിലും ഒരു 5 പവൻ കുറയണ പുതിയാപ്പിളായിക്കോട്ടെ എന്നാ കരുതുക. ഇയാൾ പറയാണ്, തങ്ങളെ ഞാൻ തങ്ങളോട് പറഞ്ഞു. ഇയാൾ പറയാണ്, തങ്ങളെ ഞാൻ അന്വേഷിക്കുമ്പോ ഒരു 10ഓ 20ഓ കൂടിയാലും തിരക്കിടില്ല, എന്റെ പൊന്നുമോളെ ഏറ്റെടുക്കുന്നവനെ ഏറ്റവും നല്ലവനാകണമെന്നാണ് ഞാൻ ചിന്തിക്കുക. ഒരു പിതാവ് ഭർത്താവിനെ തെരഞ്ഞെടുക്കുന്ന പോലെ പെങ്ങളെ കേൾക്കണേ, നിങ്ങളൊരു പിതാവിന്റെ ഹൃദയത്തിൽ തട്ടി നിൽക്കുന്ന വാക്ക. ഒരു പിതാവ് മക്കൾക്ക് വേണ്ടി പുതിയ ആപ്പിളയെ തെരഞ്ഞെടുക്കുന്ന പോലെ കുടുംബത്തിൽ ഒരാൾക്കും കഴിയില്ലാതെ തങ്ങളോട് പറഞ്ഞപ്പോ ഇയാൾ പറയുന്നു, തങ്ങൾ എന്റെ പുറത്തെങ്ങനെ തട്ടിയിട്ട് പറഞ്ഞത്രേ ചിരിച്ചിട്ട്, അത് നീ പറഞ്ഞത് ശരിയാണ്, ഫാത്തിഹ. എന്നിട്ട് തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്തു തന്നു എന്ന് അയാൾ പറയുന്നു. ഞാൻ പറഞ്ഞത്, മരിക്കാൻ കിടക്കുന്ന ക്യാൻസറായി കിടക്കുന്ന ഒരാളുടെ മുമ്പിൽ 6ഉം 8ഉം 10ഉം വയസ്സുള്ള 3 പെൺമക്കളുണ്ട്. ഇസ്ലാം പറഞ്ഞതെന്താ, നീ മരിക്കുമ്പോ ബേജാറാവേണ്ടതിന്റെ പൊന്നുമക്കളുടെ കാര്യത്തിൽ ഇവർക്ക് ഇവരെ സംരക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല 3 ചെറുപ്പക്കാരെ പിടിച്ചിട്ട് ഇവരുടെ സംരക്ഷണം അവരെ ഏൽപ്പിക്കാവുന്നതാ. അവരുടെ കൂടെ ജീവിക്കാൻ വിട്ടുകൊടുക്കാനായിട്ടില്ല. അവരെ കൂടെ ജീവിക്കാൻ വിട്ടുകൊടുക്കേണ്ടത് എപ്പോഴാണ്? അത് കൂടെ ജീവിക്കാനുള്ള ശാരീരികമായ പക്വത വരുമ്പോഴാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഇസ്ലാം നിയമം പഠിപ്പിക്കൽ എങ്ങനെയാണ്? ഗ്രന്ഥങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ. പ്രവാചകന്മാർ അല്ലാഹു നിയോഗിച്ചതെന്തിനാണ്? അല്ലാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചു കാണിക്കാന്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അല്ലാഹുവിന്റെ പ്രവാചകന്മാരിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട്. ഈ നിയമം അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിലൂടെ തന്നെ നടപ്പിലാക്കിയിട്ടാണ് അല്ലാഹു കാണിച്ചു തന്നത്. അതിന്റെ അർത്ഥം എന്താ അറിയോ? എല്ലാവരും ചെറുപ്പത്തിൽ കല്യാണം ചെയ്യണമെന്നല്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കണ്ടില്ലേ ചില ടൗണിൽ പോയാൽ എഴുതി വെച്ചിട്ടുണ്ടാവും, ഇവിടെ മൂത്രമൊഴിക്കരുത്. എന്നാൽ വേറെ സ്ഥലത്ത് പോയാൽ കാണാം, ഇവിടെ മൂത്രമൊഴിക്കുക. ഇവിടെ മൂത്രമൊഴിക്കാൻ നാളെ പോകുന്നവരൊക്കെ മൂത്രമൊഴിക്കണം എന്നല്ല, ആവശ്യമുള്ള മൂത്രമൊഴിച്ചാൽ മതി. ആവശ്യമുള്ള മൂത്രമൊഴിച്ചാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. ഈ നിയമം അല്ലാഹു നടപ്പിൽ വരുത്തി കാണിച്ചത് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലൂടെയാണ്. ഏതായാലും നിക്കാഹ് നടക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ചാണ് നിക്കാഹ് നടക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി കൂടെ കൂട്ടി പോയിട്ടില്ല, വീട്ടിൽ കൂടിയിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞതേ ഉള്ളൂ. ആയിഷ ബീവി തന്റെ ഉമ്മയുടെ അടുത്ത് തന്നെയാണ്, സിദ്ദീഖുൽ അക്ബറിന്റെ അടുത്ത് തന്നെയാണ്, അവരുടെ വീട്ടിൽ തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് നിക്കാഹും കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് തന്റെ വീട്ടിലേക്ക്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിൽ കൂടുന്നത്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി വീട്ടിൽ കൂടുന്നത് എപ്പോഴാണ്? മദീന മുനവ്വറയിൽ വെച്ചാണ്. അന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം 9ാമത്തെ വയസ്സിലാണ് ആയിഷ ബീവിയുമായി വീട്ടിൽ കൂടുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ കാലിന്റെ ചോപ്പ് മാറിയിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ലേ? ശരിയാണ്, പ്രായം കൊണ്ട് അങ്ങനെയാണ് എന്നേ ഉള്ളൂ. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 9 വയസ്സായപ്പോൾ ഒരു 18 വയസ്സുള്ള പെണ്ണിന്റെ ശരീരത്തിന് വേണ്ടി ഉണ്ടായിരുന്നു ആയിഷ ബീവിക്ക്. അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. ഞാൻ ഓർക്കുന്നു, ചാവക്കാട് ഭാഗത്തൊരു വയലിന് പോയപ്പോ വയൽ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോ ആ വീട്ടിന്റെ നാഥനായ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എന്റെ എനിക്കൊരു മോളുണ്ട്, ആ മോളുടെ കാര്യത്തിൽ ഒന്ന് ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താ? എന്നോട് പറഞ്ഞു, അവൾക്ക് 12 വയസ്സേ ആയിട്ടുള്ളൂ, ഇപ്പൊ തന്നെ അവളെ കണ്ട ഒരു 20 വയസ്സുള്ള കുട്ടിയെ പോലെയാ.
12 വയസ്സേ എന്റെ മോൾക്കായിട്ടുള്ള, പക്ഷേ 20 വയസ്സുള്ള ഒരു പെണ്ണിനെ പോലെയാണ്. ഇയാൾ പറയാണ്, താഴെ 18 വയസ്സാകണല്ലോ എന്റെ പൊന്നുമോളെ കല്യാണം കഴിപ്പിക്കാൻ. ഞാൻ വിചാരിക്കുന്നത് 18 വയസ്സിന്റെ പൊന്നുമോൾക്കാകുമ്പോഴേ ഒരു 40 വയസ്സുള്ള പെണ്ണിന്റെ ശരീരം ഇനി ഉണ്ടാകും. എന്റെ മോൾക്കെന്താ ഞാൻ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പൊന്നുമോൾക്ക് രാത്രി ഞാനൊരു ഭക്ഷണവും കൊടുക്കാറില്ല, പച്ചവെള്ളമല്ലാതെ എന്റെ പൊന്നുമോൾക്കൊന്നും ഞാൻ കൊടുക്കാറില്ല. നിങ്ങൾ ആലോചിക്കണം, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ 9 വയസ്സേ ആയിട്ടുള്ളൂവെങ്കിലും ശരി, ഒരു 18 വയസ്സുള്ള പെണ്ണിന്റെ മേലെയുണ്ട്. ശാരീരികമായി കുടുംബമായി ജീവിക്കാൻ, ഭർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള പക്വത ശാരീരികമായി വന്നിട്ടുണ്ട്. അപ്പോഴാ വീട്ടിൽ കൂടാൻ തീരുമാനിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തല്ലോ. പലായ ബദറു അലൈനാ മിൻ തനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊതു ഫീനാ ജീത ബിൽ അംറിൽ മുതാഇ. എല്ലാവരും മദീന മുനവ്വറയിലേക്ക് എത്തുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീന മുനവ്വറയിലേക്ക് പലായനം ചെയ്യുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തെ നാട്ടിലെ മക്കയിൽ വിട്ടേച്ചാ പോയത്. അവരെ മദീനയിലേക്ക് എത്തിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചാണ് പോകുന്നത്. ഏതായാലും അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബവും മദീനയിലേക്ക് എത്തിച്ചേരുകയാണ്. മദീനയിലെ അവർ പലായനം ചെയ്തു ചെന്നപ്പോൾ എല്ലാവർക്കും പനിച്ചു അത്രേ. പനിച്ചു, ശക്തമായ പനി. സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹാക്കും പനിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്കും പനിച്ചു. സ്വഹാബികൾക്കൊന്നടങ്കം പനിക്കുകയാണ്. വല്ലാത്ത പനിയാണ്. ഇവിടെ കാണാം, മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഹദീസിൽ സ്വഹാബികൾ പറയാ, റസൂലുള്ളാഹി പനിയെ മദീനയിൽ നിന്ന് ആട്ടിയോടിച്ചു ജുഹഫയിലേക്ക്. റസൂലുള്ളാഹി ആട്ടിയോടിച്ചു ആ പനിയെ. പനി ജുഹഫയിലാണ്. ജുഹഫയിൽ പോയ ആർക്കും പനി. അവിടുത്തെ കാലാവസ്ഥ അങ്ങനത്തെ ഒരു കാലാവസ്ഥ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളൊക്കെ പനിച്ചിരിക്കുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും പനി ബാധിച്ചിരിക്കുകയാണ്. പനിച്ചുനല്ല, വിറക്കുന്ന പനിയാണ്. പനിച്ചു കഴിഞ്ഞു. ആയിഷ ബീവി ക്ഷണിച്ചു പോയി, മുടി പോലും കൊഴിഞ്ഞുപോയി. ആ പനിയുടെ ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരം അതാ പുഷ്ടി വെച്ചു വരികയാണ്. നല്ല പുഷ്ടി വെച്ചു വന്നു. ഒരു 18 വയസ്സുള്ള പെണ്ണിന്റെ മേനിയാണ്. അപ്പോഴാ വീട്ടിൽ കൂടാൻ തീരുമാനിക്കുന്നത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വീട്ടിൽ കൂടാൻ തീരുമാനിക്കുന്നു. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തിയിട്ട് ആദ്യം നിർമ്മിച്ച പള്ളിയാണല്ലോ മസ്ജിദ് ഖുബാ. പിന്നെ റസൂലുള്ളാഹി അവിടെ നിന്ന് മസ്ജിദുൻ നബവിയുള്ള സ്ഥലത്തേക്ക് താമസം. പിന്നെയാണ് മസ്ജിദ് നബവി നിർമ്മിക്കുന്നത്. ലഇൻ കഅദനാ വന്നബിയ്യു യഅമലു ലദാക മിന്നയാമലുൽ മുദല്ലിലോ. സ്വഹാബികൾ മദീന പള്ളി നിർമ്മിക്കുമ്പോൾ പാട്ടുപാടിയാണ് ആ പള്ളിയുടെ നിർമ്മാണം നടത്തിയതെന്ന് കാണാൻ കഴിയും. ഏതായാലും ആ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നു. ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുമായി വീട്ടിൽ കൂടാൻ ആ പള്ളിയോട് ചാരിയത് അവർ റൂം നിർമ്മിക്കുകയാണ്. അതാണ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടായി പിൽക്കാലത്ത് അറിയപ്പെട്ടത്. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ ഒരു വീട് നിർമ്മിക്കുകയാണ്. മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ നിർമ്മാണം കഴിഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ തന്റെ വീട്ടിലേക്ക് കൂട്ടാൻ തീരുമാനിക്കുകയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കുടുംബമായി കൂടി ആലോചിക്കുന്നു. അങ്ങനെ ഡേറ്റ് നിശ്ചയിക്കപ്പെടുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുതിയ പടയായി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് റസൂലുള്ളാഹിനെ സ്വീകരിച്ചിരുന്നു. അല്ലാഹുവിന്റെ ഹബീബിന് ആദ്യമായി നൽകപ്പെട്ടത് പാലായിരുന്നവത്രേ. റസൂലുള്ളാഹി വീട്ടിലേക്ക് വന്നപ്പോൾ നൽകപ്പെട്ടത്, ആദ്യമായി നൽകപ്പെട്ടത് പാല. പുതിയപ്പളാർക്ക് ആദ്യം കൊടുക്കേണ്ടത് കട്ടൻ കാപ്പിയല്ല, വീട്ടിലേക്ക് കയറി വന്ന പാൽ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാല് കുടിച്ചു. പാല് കുടിച്ചു കഴിഞ്ഞിട്ട് ചത്തെടുത്തിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് കൊടുത്തു. ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ഇശ്റബി, നീ കുടിക്കൂ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലജ്ജ കൊണ്ട് തല താഴ്ത്തുകയാണ്. ഒരു പെണ്ണിന്റെ സൗന്ദര്യ ലജ്ജ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലജ്ജ കൊണ്ട് തല താഴ്ത്തുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുടിക്കാൻ കൂട്ടാക്കിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇശ്റബി ആയിഷ, കുടിക്കുക ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുടിക്കുകയാണ്. കഴിഞ്ഞിട്ട് മഹാന്മാരായ തങ്ങൾ സയ്യിദുമാരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആണുങ്ങളൊക്കെ ഇവിടെ നിന്ന് എല്ലാവരും ഒന്നിച്ചു പോയി പള്ളിയിൽ വെച്ച് ജമാഅത്തായി നിസ്കരിച്ചിട്ടാണ് നമ്മൾ പിരിയുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ജമലിലെ തങ്ങൾ അവർകളും ഏതാനും സമയത്തിനകം നമ്മുടെ സദസ്സിൽ എത്തിച്ചേരുന്നതാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാല് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കയ്യിലേക്ക് പാല് കൊടുത്തിട്ട് പറഞ്ഞു, ഇശ്റബി ആയിഷ മോളെ പാല് കുടിക്ക്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ലജ്ജ കൊണ്ട് തല താഴ്ത്തി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ആയിഷ കുടിക്കൂ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കുടിച്ചു. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇനി നിന്റെ സഹോദരിമാർക്കും കൂട്ടുകാരികൾക്കും കൊടുക്കൂ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്റെ കൂട്ടുകാരികൾക്കും കൊടുക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് പോകുന്നു. ആയിഷ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബക്കാരിൽപ്പെട്ട സ്ത്രീകളും അതേപോലെ സ്വഹാബികളുടെ വനിതകളുമെല്ലാം ചേർന്ന് ആയിഷ റളിയല്ലാഹു അൻഹയെ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മഹാനായ സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്നാണ്, എല്ലാ സൗകര്യമുള്ള പിതാവിന്റെ വീട്ടിൽ നിന്നാണ് ഭർത്താവിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. പെങ്ങളെ ശ്രദ്ധിക്കണം, എന്റെ പ്രിയമുള്ള പെങ്ങളെ, സഹോദരനാ ശ്രദ്ധിക്കണം, എന്റെ സഹോദരാ. എന്റെ മകളുടെ ഭർത്താവിന്റെ വീട് പോയി അന്വേഷിക്കുമ്പോ, ഭർത്താവിനെ അന്വേഷിക്കുമ്പോ ഭർത്താവിന്റെ വീട്ടിന്റെ സൗകര്യങ്ങൾ അന്വേഷിക്കുന്ന പിതാവേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നത് കേൾക്കണേ നിങ്ങൾ. ഞാൻ എന്റെ വാപ്പായുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിലേക്ക് എന്നെ പെണ്ണുങ്ങൾ കൊണ്ടുപോയി. ഞാൻ അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിൽ ചെന്നപ്പോ, അൻതല്ലദീ ലൗലാക മാ ഖുലിക ഇംറഉൻ കല്ലാ വലാ ഖൽഖുൽ വറാ ലൗലാക. ലമില്ലമിൽ ലോകത്തിന് തന്നെ ജന്മമില്ലെന്ന് പുകൾ കൊണ്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ കയറി ചെന്നപ്പോൾ ആയിഷ ബീവി പറയണ വീടിന്റെ അവസ്ഥയെക്കുറിച്ച്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, റസൂലുള്ളാഹിന്റെ വീട് മണ്ണിന്റെ കട്ടകൾ കൊണ്ട് പടുത്തുയർത്തിയ വീടാണ്. വീടിന്റെ മേൽക്കൂര ഈത്തപ്പന പോലെ കൊണ്ടാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ഒരാളിങ്ങനെ നിന്നാൽ 6 അടി പൊക്കമുള്ള ഒരാളിങ്ങനെ നിന്നിട്ട് കൈയൊന്ന് പൊക്കിയാൽ ആ വീടിന്റെ മേൽക്കൂരയിൽ തട്ടുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, പെങ്ങളെ കേൾക്കണേ, ഭർത്താവിനോട് പല സൗകര്യങ്ങളിലും പരാതിപ്പെടാറുള്ള പെങ്ങളെ,
നമ്മൾ അറിയേണ്ടതാ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട്ടിനകത്ത്, ലോകത്തിന്റെ ഗുരുവിന്റെ വീട്ടിനകത്ത് 3 പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് വെള്ളം കൊണ്ടുപോയി വെക്കാനുള്ള പാത്രം, മറ്റൊന്ന് ധാന്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതിടാനുള്ള പാത്രം, മറ്റൊന്ന് ഈത്തപ്പഴം സൂക്ഷിക്കാനുള്ള പാത്രമാ. എനിക്കും റസൂലുള്ളാഹിക്കും വെള്ളം കുടിക്കാൻ ഒരു കോപ്പേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്. മാത്രമല്ല എനിക്കും റസൂലുള്ളാഹിക്കും കിടന്നുറങ്ങാൻ ഒരു വിരിപ്പ്, ഒരു പുതപ്പ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും തല വെച്ചുറങ്ങാൻ ഒരു തലയണ, ഇതല്ലാതെ ലോകൈക ഗുരുവിന്റെ വീട്ടിലൊന്നുമില്ല എന്ന ആയിഷ ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവരെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇറങ്ങി പോകുന്നത് എല്ലാ സൗകര്യമുള്ള വീട്ടിൽ നിന്നാണ് ഇറങ്ങി പോകുന്നത്. ആയിഷ ബീവി തന്നെ ഒരിക്കൽ ഒരു സംഭവം പറയുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിലേക്ക് സഹാബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെ ഒരു ഭാര്യ കടന്നു വന്നോ, സഹാബിയത്തായ ഒരു പെണ്ണ് ഞങ്ങളുടെ വീട്ടിൽ വന്നോ. ഞാനും റസൂലുള്ളാഹിയും കിടക്കുന്ന റൂമിലാ പെണ്ണ് കയറി. ഞാനും റസൂലുള്ളാഹിയും കിടക്കുന്ന രംഗം കണ്ടപ്പോ ആ പെണ്ണിന് വല്ലാത്ത വിഷമമായി. ഞങ്ങൾ കിടക്കുന്ന വിരിപ്പ് കണ്ടപ്പോ, ഞങ്ങൾ പുതക്കുന്ന പുതപ്പ് കണ്ടപ്പോ, ഞങ്ങൾ തലക്ക് വെക്കുന്ന തലയണ കണ്ടപ്പോ ആ പെണ്ണിന് വല്ലാത്ത വിഷമമായി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ആ പെണ്ണ് ഉടനെ തന്നെ വീട്ടിലേക്ക് പോയിട്ട് നല്ല ഒരു വിരിപ്പും പുതപ്പും ഞങ്ങൾക്ക് വേണ്ടി കൊടുത്തയച്ചോ. അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലില്ല, ഞാനത് വാങ്ങിയിട്ട് ഒരു മൂലയിൽ വെച്ചോ. ആയിഷ ബീവി പറയാ, ചെറുപ്പത്തിലെ നല്ലത് മാത്രം കണ്ടും ഉപയോഗിച്ചും ശീലമുള്ള ആളാണ് ഞാൻ. ഏറ്റവും മേത്തരം ഉപയോഗിച്ച് ശീലമുള്ള ആളാണല്ല ഞാനത് വേഗം വാങ്ങി വെച്ചു. ഞാൻ കുട്ടിയല്ലേ. അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിലേക്ക് കയറി വന്നപ്പോ ഇത് കണ്ടപ്പോ ചോദിച്ചു, ആയിഷ ഇതെന്താ ആയിഷ? ഞാൻ പറഞ്ഞു, ഹബീബായ നബിയേ, അത് അങ്ങയുടെ ഇന്നാലിന്ന സഹാബിയുടെ ഭാര്യ കൊടുത്തയച്ചതാണ്. അവർ അല്പനേരം മുമ്പ് ഇവിടെ വന്നിരുന്നോ, നമ്മൾ കിടക്കുന്ന വിരിപ്പും പുതപ്പും കണ്ടപ്പോ കരഞ്ഞിട്ടാണ് അവർ പോയത്, എന്നിട്ട് കൊടുത്തയച്ചതാ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് ആയിഷ ബീവിയോട്, ആയിഷ ആയിഷ അതങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. ആയിഷ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുത്തേക്ക്. ആയിഷ ഇത്ര നല്ല വിരിപ്പിലും പുതപ്പിലും കടന്നുറങ്ങേണ്ടവല്ല നമ്മൾ. അല്ലാഹു സ്വർഗത്തിലാണ് നമുക്കത് തരേണ്ടത്. സുഖവും സ്വർഗവും മുഅ്മിനീൻ അല്ലാഹു ഒരുക്കി വെച്ചത് സ്വർഗത്തിലാണെന്ന് തന്റെ പ്രിയപ്പെട്ട ആയിഷയോട് പറഞ്ഞതായി ആയിഷ ബീവി പറയാൻ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, റസൂലുള്ളാഹിന്റെ വീടിന്റെ അവസ്ഥ ഇതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ സഹോദരങ്ങളെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് എന്നിട്ട് പരാതി ഉണ്ടായിരുന്നു. അതാ പരിശോധിക്കേണ്ടത്. ആയിഷ ബീവിക്ക് പരാതിയില്ല, ബൈക പരാതി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് പരാതിയില്ല, ഇവർക്ക് പരാതി. ആയിഷ ബീവിയുടെ കാര്യത്തിൽ മുതല കണ്ണുനീരൊഴുക്കുന്ന ആളുകൾ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അതാ നമ്മൾ പഠിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അതാ നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ അവസാനിപ്പിക്കാം. 1-2 അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോട്ടെ. അതോടുകൂടെ നമ്മുടെ സദസ്സുകളിലേക്ക് കടക്കുകയാണ്. മജ്ലിസുൻ നൂറിന്റെ സദസ്സാണ് ഇന്ന്. അസ്മാഉൽ ബദർ ചൊല്ലിയുള്ള സദസ്സാണ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മഹതിമാരെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഈ ബദർ യുദ്ധം കഴിഞ്ഞു വന്നപ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിനെ സമാശ്വസിപ്പിച്ചത്. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ആയിഷ ബീവിയോട് ചോദിച്ചു, മോളെ ആയിഷ, ആയിഷ പ്രിയപ്പെട്ടവളെ, എന്തായി റുഖയ്യ മോളുടെ വിശേഷം? റുഖയ്യ ബീവി രോഗിയ ബദർ യുദ്ധത്തിന് പോകുമ്പോൾ ഉസ്മാൻ തങ്ങളോട് പറഞ്ഞു, റസൂലുള്ളാഹി നിങ്ങൾ വരണ്ട, അവിടെ നിന്നോളി, റുഖയ്യ ബീവിയെ സംരക്ഷിക്കാൻ. അതുകൊണ്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ചോദിച്ചു, ആയിഷ റുഖയ്യ മോളുടെ വിവരെന്താ? നബിയേ, റുഖയ്യ മോൾ വഫാത്തായി നബിയേ. ആയിഷ എന്റെ മോൾ എന്തായി? പറഞ്ഞു, ഖബറടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ പോവുകയാണ് ജന്നത്തുൽ ബഖയിലേക്ക്. ഞാൻ പറയുന്നത്, ബദർ നമുക്ക് സന്തോഷത്തിന്റെ ചരിത്രങ്ങളാണ് വായിക്കാനുള്ളതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബിനെ യുദ്ധം ചെയ്തു വരുമ്പോൾ അല്ലാഹു പരീക്ഷണം. നേരത്തെ ഉസ്താദ് പറഞ്ഞില്ലേ, നൗഷാദ് ബാക്കർ ഉസ്താദിന്റെ കുടുംബത്തിന് ഒരു പരീക്ഷണം ഉണ്ടായി. ആ പരീക്ഷണത്തിൽ നമ്മൾ അവരോട് സഹകരിക്കേണ്ടത് എങ്ങനെ അറിയാം? നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ഉസ്താദ് ഇപ്പം കൊണ്ട് വരണ്ട, ഭാര്യയുടെ വേദന ഓർത്തിട്ട് നമ്മളതാ പറയേണ്ടത്. കുടുംബത്തോട് അയാൾ വന്നില്ലല്ലോ, നോട്ടീസ് അടിച്ചിട്ട് ഇങ്ങനെ തന്നെയാണ്, ഇവരെ പണി ഇങ്ങനെ തന്നെ, നമ്മൾ പറയരുത്, ശരിയല്ല. നിങ്ങൾ പറഞ്ഞില്ല എന്നത് നേരെ സന്തോഷിപ്പിച്ചു. നിങ്ങളൊക്കെ ഇപ്പോൾ വരേണ്ട എന്ന് പറഞ്ഞു എന്നതേറെ സന്തോഷിപ്പിച്ചു. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ജീവിതത്തെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്താ പറയുന്നത്? 2 സംഭവം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. കാരണം നമുക്ക്
അത് ദുആ പ്രധാന മജ്ലിസിനോട് രണ്ട് ശ്രദ്ധിക്കണേ. ലോകം പറയുന്നതാണോ ശരി? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കാര്യത്തിൽ കാലിന്റെ ചുവപ്പ് മാറുന്നതിന് മുമ്പ് ആയിഷ ബീവിയെ കല്യാണം കഴിഞ്ഞിട്ട് ലോകത്ത് ലൈംഗിക വൈകൃതം കാണിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ അടിച്ചാക്ഷേപിക്കുന്നവരോട് ഞാൻ പറയാൻ, ചരിത്രം പഠിക്കാൻ തയ്യാറാവണം. ഞാൻ ചോദിക്കട്ടെ, എന്റെ കാര്യത്തിൽ ഞാനുമായുള്ള കുടുംബ ജീവിതത്തിൽ എന്റെ ഭാര്യ സംതൃപ്തയാണെന്ന് ആരാ പറയണ്ടേ? എന്റെ ഭാര്യ പറയണ്ടേ? നാട്ടുകാരല്ല പറയണ്ടേ? ഞാനുമായുള്ള കുടുംബ ജീവിതത്തിൽ എന്റെ ഭാര്യ സംതൃപ്തയാണോ എന്റെ ഭാര്യ പറയണ്ടേ? നാട്ടുകാരല്ല, കമ്മിറ്റിക്കാരല്ല, അയൽവാസികളല്ല. എന്താ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്? സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹ പറയ, ആയിഷ ബീവി റസൂലുള്ളാഹി തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസത്തിനെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹിയും തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസത്തിനെ നിങ്ങള്, ആയിഷ ബീവി റസൂലുള്ളാഹി കല്യാണം കഴിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ പ്രായം 53 ആണ്. ആയിഷ ബീവിക്ക് പ്രായം 9 ആണ്. 53 നിന്ന് 9 കിഴിച്ചാൽ കൂട്ടാനറിയോ? കാടങ്കോടുകാർ 53 നിന്ന് 9 കിഴിച്ചാൽ 44 വയസ്സ്. 44 വയസ്സിന്റെ അന്തരമുണ്ട്. ഞാനിത് ഓർമ്മപ്പെടുത്താം പെങ്ങന്മാരോട്. എനിക്ക് എന്റെ അനുഭവത്തിൽ ഞാനൊരു ത്വലാഖിന് സാക്ഷിയാകേണ്ട ആളായിരുന്നു. ഞാൻ അവിടെ എഴുന്നേറ്റ് പോയി ആ സദസ്സിൽ നിന്ന്. എന്താ പ്രശ്നം? കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഈ പെണ്ണ് ഭർത്താവിനോട് ചോദിക്കാൻ, നിങ്ങളെ പാസ്പോർട്ട് എവിടെ? അപ്പൊ ഇയാള് കരുതി സ്നേഹം കൊണ്ട് ചോദിക്കാൻ, നീ എന്തിനാണ് ഈ പാസ്പോർട്ട് ചോദിക്കുന്നത്? നിങ്ങൾ ഇനി പോണ്ട, നിങ്ങൾ വന്നാ മതി. പക്ഷെ ഇവരുടെ ഇത് കള്ളക്കളിയായിരുന്നു എന്ന് പിന്നെ ഞാൻ മനസ്സിലാക്കിയത്. പാസ്പോർട്ട് ഇയാൾ ഈ സാധുവായ നിരപരാധി ഇയാൾ പാസ്പോർട്ട് എടുത്തു കൊടുത്തപ്പോ ഉടനെ തന്നെ മറിക്കുന്നത് ഫസ്റ്റ് പേജാണ്. ഫസ്റ്റ് പേജ് മരിച്ചിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നോക്കുന്നത്. അപ്പൊ അവൾക്ക് മനസ്സിലായി 34 വയസ്സ്, എനിക്ക് 19 വയസ്സ്. എന്നെക്കാൾ 13 വയസ്സ് കൂടുതലുണ്ട് ഇയാൾക്ക്. എന്നെക്കാൾ 15 വയസ്സ് കൂടുതലുണ്ട് ഇയാൾക്ക്. അതുകൊണ്ട് ഇയാൾ കിളവനാണ്, തന്മയാണ്. ഇയാൾ കൂടെ ഞാൻ ജീവിക്കാൻ കഴിയില്ല എന്ന് തുടർന്ന് പറഞ്ഞു. പിറ്റേ ദിവസം കുഴപ്പം തുടങ്ങിയതാണ്. അവസാനം ത്വലാഖിൽ കലാശിച്ചു. ഞാൻ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി. ഞാൻ ആ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, പ്രായത്തിലല്ല ആ കാര്യം കിടക്കുന്നത്. നിങ്ങൾ ആലോചിക്കണേ, 44 വയസ്സ് വ്യത്യാസമുണ്ട് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആയിഷ ബീവിയും തമ്മിൽ. കാസർഗോഡിലെ കുടുംബ കോടതി, കണ്ണൂരിലെ കുടുംബ കോടതി പോയി പരിശോധിക്കും. നിങ്ങൾ എത്രയോ കുടുംബ കേസുകൾ കിടക്കുന്നത് കുടുംബ കോടതി. ചില കേസുകൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കേസുകൾ നമ്മൾ പഠിച്ചാൽ മനസ്സിലാവും. വിവാഹത്തിന്റെ പ്രായത്തിലൊന്നൊരു വ്യത്യാസമില്ല. വിവാഹം കഴിക്കപ്പെടുമ്പോ പെണ്ണിന്റെ പ്രായം 18, ചെറുക്കന്റെ പ്രായം 23, 24, 25 നല്ല പ്രായമാണ്. പക്ഷേ 25 വയസ്സാകുമ്പോ 18 വയസ്സുള്ള ഈ പെണ്ണിന് കല്യാണം ചെയ്ത ചെറുപ്പക്കാരന്റെ സ്വഭാവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും 6 വയസ്സുള്ള മന്ദബുദ്ധിയായ കുട്ടിയുടെ പെരുമാറ്റം പോലും കാണിച്ചില്ല എന്ന്. പ്രായത്തിൽ എന്തിരിക്കുന്നടി? പ്രായത്തിലല്ല കാര്യം, പെരുമാറ്റത്തിലാണ് കാര്യമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, നോക്ക് നിങ്ങൾ, 44 വയസ്സ് അന്തരമുണ്ട് ഞാനും അല്ലാഹുവിന്റെ ഹബീബും തമ്മിൽ. എന്നാൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി പറയാണ്, അല്ലാഹുവിന്റെ ഹബീബിന് എന്നെക്കാൾ എത്രയോ വയസ്സുണ്ടെങ്കിലും അല്ലാഹുവിന്റെ ഹബീബ് എന്റെ വയസ്സിനെ മാനിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി എന്നോട് പെരുമാറിയത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ പറയാം. ആയിഷ ബീവി പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് എത്ര വലിയ മനുഷ്യനാണ്. ആയിഷ ബീവി കണ്ടിട്ടുണ്ട് റസൂലുള്ളാഹി പറയാനിരുന്നാൽ സ്വഹാബികൾ അച്ചടക്കത്തോടുകൂടി ഇരിക്കും. അവരുടെ തലയിൽ പക്ഷികൾ ഇരിക്കുന്ന പോലെ അച്ചടക്കത്തോടെ അവർ ഇരിക്കുന്നത് ആയിഷ ബീവി കണ്ടിട്ടുണ്ട്. ആയിഷ ബീവി തന്നെ പറയാൻ, റസൂലുള്ളാഹി വീടിന്റെ വെളിയിൽ എത്ര വലിയ മഹാനാണ്, സ്വഹാബികൾ എത്രമാത്രം ആദരിക്കുന്നുണ്ട് റസൂലുള്ളാഹിനെ. എന്നാൽ എന്റെ വീട്ടിലേക്ക് റസൂലുള്ളാഹി കയറിയാൽ എന്റെ പ്രായത്തിലേക്ക് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇറങ്ങി വരുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, റസൂലുള്ളാഹി എന്റെ പ്രായത്തിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരും. ആയിഷ ബീവി എന്താ പറഞ്ഞത്? അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം? 53 വയസ്സായ അല്ലാഹുവിന്റെ ഹബീബിനോട് പെരുമാറിയത് 9 വയസ്സുള്ള ഒരാളുടെ പെരുമാറ്റമാണ്. എനിക്ക് 9 വയസ്സായപ്പോൾ റസൂലുള്ളാഹി എന്നോട് പെരുമാറിയത് 9 വയസ്സുള്ള ഒരാളെ പോലെയാണ്. എനിക്ക് 12 വയസ്സാകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് പെരുമാറിയത് 12 വയസ്സുള്ള ഒരാളെ പോലെയാണ്. എനിക്ക്
എനിക്ക് 16 അള്ളാഹുവിന്റെ ഹബീബിനോട് പെരുമാറിയത് 16 വയസ്സുള്ള ഒരാളെ പോലെയാണെന്ന് ആയിഷ ബീവി തന്നെ പറയാണ്. ഒരിക്കൽ ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ വീട്ടിലിരിക്കുകയാണ്. പെട്ടെന്ന് മദീന പള്ളിയുടെ മുറ്റത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദകോലാഹലങ്ങൾ കേട്ടോ. റസൂലുള്ളാഹി എന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മദീന പള്ളിയുടെ മുറ്റത്ത് നിന്ന് ശബ്ദകോലാഹലങ്ങൾ കേൾക്കുമ്പോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, റസൂലുള്ളാഹി എന്റെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റോ. എന്നിട്ട് മദീന പള്ളിയുടെ മുറ്റത്തേക്ക് ശ്രദ്ധിച്ചു നോക്കി. ആയിഷ ബീവി പറയുന്നു, ശ്രദ്ധിച്ചു നോക്കുമ്പോൾ കാണുന്നത് സ്വഹാബികളുടെ കുട്ടികൾ മദീന പള്ളിയുടെ മുറ്റത്ത് വെച്ച് കളിക്കുകയാണ്. എന്ത് കളിയാ കളിക്കണേ? ക്രിക്കറ്റ് അല്ല. കുന്തും കോലിട്ട് പോയിട്ട് തുടങ്ങും കളി. ക്രിക്കറ്റ് അല്ല. എന്താ കളിക്കുന്നത്? അവർ അമ്പെയ്ത് കളിക്കുകയാണ്. അമ്പെയ്ത് കളിക്കുന്നു. യുദ്ധത്തിന് പരിശീലനമാണല്ലോ അമ്പെയ്ത്ത്. അമ്പെയ്ത് ഇങ്ങനെ കളിക്കാൻ അത് അല്ലാഹുവിന്റെ ഹബീബ് കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് കാണിച്ചു കാണുകയാണ്. അമ്പെയ്ത് ഇങ്ങനെ കളിക്കുന്നു. സ്വഹാബികളുടെ ക്രിക്കറ്റ് കളിയിൽ എന്താ എനിക്ക് തിരിഞ്ഞിട്ടില്ല. ഒരാൾ വൈകുന്നേരം അസറൊക്കെ നിസ്കരിച്ചിട്ട് അവിടത്ത് മറക്കണ കോലത്തിൽ നല്ല ഡ്രസ്സൊക്കെ ചെയ്തിട്ട് 1 മണിക്കൂർ ഈ ഗ്രൗണ്ടിൽ നിന്ന് പന്തളിച്ചു. ഇത് ഗ്രൗണ്ടാ, ഈ ഗ്രൗണ്ടിൽ നിന്ന് പന്തളിച്ച് 1 മണിക്കൂർ മഗ്‌രിബിന്റെ 1/2 മണിക്കൂർ മുമ്പ് കളിയൊക്കെ നിർത്തിയിട്ട് പോയി. നീയത്ത് ചെയ്തെന്താ? പഠിച്ചോനെ, നിന്നെ ഇബാദത്ത് ചെയ്യാൻ ആരോഗ്യം വേണ്ടല്ലോ, നിനക്ക് ഇബാദത്ത് ചെയ്യാം. അതിന് ഞാൻ കളിക്കുന്നോന്നും കരുതി കളവൊന്നും പറയാതെ അക്രമം ഉണ്ടാക്കാതെ മട്ടത്ത് കളിച്ചു പോയാൽ അള്ളാഹു കൂലി എടുക്കുമെന്ന് പഠിപ്പിച്ച മത ഇസ്ലാം. എന്നാ ഈ ക്രിക്കറ്റ് കളിയിൽ എന്താ ഉണ്ടെന്ന് അള്ളാഹു പറയാം. എന്താ 10-12 ആളുകൾ, 10-18 ആളുകൾ, ആൾക്കാരെ വേണ്ടി 11 ഒരു ഗ്രൂപ്പിൽ 11 അല്ലേ? അപ്പൊ 22 ആൾ, 22 ആള് നല്ല തനക്കാൻ വന്ന മനുഷ്യന്മാർ ആകാശത്ത് നോക്കി നടക്കുക. എപ്പോഴെങ്കിലും ഒരു ബോൾ അവൻ്റെ അടുത്തൂടെ പോയാൽ അവൻ എടുത്തിട്ട് നട്ടു കൊടുക്കണം. പിന്നെ നമ്മൾ പറയും ഇവന് അടിച്ചാല് 6 എന്നൊക്കെ പറയും. 6 എന്ന് പറഞ്ഞാൽ 6 റൺസ്. 6 റൺ, 6 റൺ എന്ന് പറഞ്ഞാൽ 6 വട്ടം ഓടണം. പക്ഷെ ഓടൊന്നുമില്ല. അടിച്ചതന്നെ ബൗണ്ടറിക്കാ പോയതെങ്കിലും ഓൻ കൊടുത്തിട്ട് പറയും 6. ഓടാനൊന്നും ആവില്ല, എനിക്ക് 6 വേണം. പിന്നെന്താ ആരോഗ്യം? എന്താ ആരോഗ്യമാണത്? മഹാന്മാരായ സ്വഹാബികളുടെ കുട്ടികൾ കളിക്കുകയാണ് മദീന പള്ളിയുടെ മുറ്റത്ത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുന്നുണ്ട്. അമ്പെയ്തിങ്ങനെ കളിക്കുകയാണ്. ഉടനെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹിക്ക് എന്നെ അറിയാം, കളിയോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് എന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. എന്റെ പ്രായം ചെറുതല്ലേ, ഞാനിപ്പോ ഒരു 10-12 വയസ്സുള്ള കുട്ടീന്റെ ശരീരമേനിയൊക്കെ ഉണ്ടെങ്കിലും എന്റെ പ്രായവും ചിന്തയും റസൂലുള്ളാഹിക്ക് അറിയാമല്ലോ. ഞാൻ ചെറുതാണ്, ഞാൻ കളിയോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് റസൂലുള്ളാഹിക്ക് അറിയാം. ചെറുപ്പത്തിലെ എന്റെ വീട്ടിൽ റസൂലുള്ളാഹി വരുമ്പോഴൊക്കെ ഞാൻ കളിക്കായിരിക്കും. ആയിഷ ബീവി പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് തങ്ങളെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, ആയിഷ ആയിഷ കളി കാണണോ ആയിഷ, കളി കാണണോ ആയിഷ എന്ന് റസൂലുള്ളാഹി എന്നോട് ചോദിച്ചോ. ആയിഷ ബീവി പറയാണ്, ഞാൻ പറഞ്ഞു നബിയെ കളി കാണണോ, കളി കാണണോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആയിഷ ബീവി പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് മദീന പള്ളിയുടെ മുറ്റത്തേക്കുള്ള എന്റെ വീട്ടിലുള്ള ഡോറിൽ റസൂലുള്ളാഹി നിന്നു. ആ ഡോറിൽ ഇങ്ങനെ റസൂലുള്ളാഹി നിന്നു. ഞാൻ റസൂലുള്ളാഹിന്റെ തോളിൽ എന്റെ താടിയിൽ ഇങ്ങനെ വെച്ചിട്ട് കളി ഇങ്ങനെ കണ്ടു. എന്തിനാ റസൂലുള്ളാഹി അങ്ങനെ നിന്നത്? എന്നെ വെളിയിലുള്ള ആളുകൾ കാണാതിരിക്കാൻ ഞാൻ കളി ഇങ്ങനെ കണ്ടിരുന്നു, കുട്ടികളുടെ കളി. കുറെ സമയം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹി എന്നോട് ചോദിച്ചു, മതിയോ ആയിഷ, പൊന്നമോളെ ആയിഷ മതിയോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ പറഞ്ഞു പോരെ നബിയേ, ഇനിയും കാണണം യാ റസൂലല്ലാഹ്. ആയിഷ ബീവി പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ തന്നെ നിന്ന് തന്നു. കുറെ സമയം കഴിഞ്ഞപ്പോൾ പിന്നെയും എന്നോട് ചോദിച്ചു, മതിയോ ആയിഷ? ആയിഷ ബീവി പറയാ, അപ്പൊ എനിക്ക് മനസ്സിലായി റസൂലുള്ളാഹി നിന്ന് ക്ഷണിച്ചു പോയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, മതി നബിയേ. ആയിഷ ബീവിക്ക് പരാതിയില്ല എന്റെ സഹോദര, ആയിഷ ബീവിക്ക് പരാതിയില്ല. ജീവിതത്തിൽ മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ ശേഷം ആയിഷ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനത് അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതിന്റെ അവസാനം അത് പറഞ്ഞാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ദീർഘമാണ് ആ ജീവിതം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ജീവിതം വിശാലമായി പഠിക്കേണ്ട ജീവിതമാണ്. ആയിഷ ബീവി പറയാ, എന്നെ മനസ്സിലാക്കി പെരുമാറിയ ആളാ പുണ്യനബി. ഒരു പരാതിയും പുണ്യനബിയുടെ വിഷയത്തിൽ ആയിഷ ബീവിക്ക് ഇല്ല. എന്നാ നമ്മളൊക്കെ സാധാരണ പറയലെന്താ അറിയാം, ഓൾ ഉസ്താദേ ഇതുവരെ എന്നെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല, എന്റെ കുടുംബം ഏതാ നമുക്ക് തിരിഞ്ഞിട്ടില്ല. അവളെ ചില വർത്താനൊക്കെ കേട്ടാൽ തോന്നും ഇപ്പൊ തന്നെ അടിച്ചു പുറത്താക്കണം.
പെണ്ണങ്ങനെയാണ് വാരിയിൽ നിന്നാണ് പെണ്ണിനെ അല്ലാഹു സൃഷ്ടിച്ചത്. എങ്ങനെ ആയാലും വളഞ്ഞ് പോകണം. ഇവിടുത്തെ പെണ്ണുങ്ങന്മാരില്ല കേട്ടോ, കാടാൻ പൊട്ടുള്ള പെണ്ണുങ്ങളല്ലേ. ആദ്യം തന്നെ ചോദിക്കാതെ മോതിരം കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ നന്മയും അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. സാധാരണ ആളുകൾ പറയുന്നത് ഓള് എന്നെ മനസ്സിലാക്കില്ല, അള്ളാന്റെ ഹബീബ് അങ്ങനെ വർത്താനെ പറഞ്ഞിട്ടില്ല. പുണ്യ നബി അവരങ്ങോട്ട് മനസ്സിലാക്കി പെരുമാറിയതാണ്. അപ്പോഴേ ഒരു ഭർത്താവ് കുടുംബജീവിതത്തിൽ വിജയിക്കാൻ കഴിയുമോ? അങ്ങനെ പെണ്ണെപ്പോഴും അങ്ങനെ. ഒരു വലിയ രാജാവ് ഉണ്ടായിരുന്നു, അമീർ ഖുസ്രു എന്നാണ് രാജാവിന്റെ പേര്. ഞാനൊരു സംഭവം പറഞ്ഞു.